വളരെ മനോഹരങ്ങളായി ഗാനങ്ങൾ ആലപിക്കുന്ന അനുഗ്രഹീത ഗായക സംഘത്തെ ഓർത്ത് സ്തോത്രം. ഒരിക്കൽ കൂടെ ഇവിടെ ആയിരിക്കാൻ എനിക്ക് സന്തോഷമുണ്ട്. നിങ്ങൾക്ക് സന്തോഷമുണ്ടെങ്കിൽ നിങ്ങളുടെ കൈയും വായും ഉയർത്തി ഒറ്റയ്ക്ക് കൂടെ ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യും. വളരെ സമയ ചുരുക്കം കൊണ്ട് ഇൻട്രഡക്ഷൻസ് നീട്ടുന്നില്ല. പരിശുദ്ധാത്മാവ് നിങ്ങളെ അറിയിപ്പാൻ ഏൽപ്പിച്ചൊരു ദൂതിലേക്ക് പ്രവേശിക്കുന്നു. 2 വേദഭാഗങ്ങൾ ഇപ്പോൾ വായിക്കും. ഒന്ന് യിരെമ്യാ പ്രവചനം 32-ാം അധ്യായം 27-ാം വാക്യവും ലൂക്കോസ് വിശേഷം 1-ാം അധ്യായം 37-ാം വാക്യവും ഇപ്പോൾ വായിക്കുന്ന. ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? ലൂക്കോസ് 1:37. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. ഒരു നിമിഷം എടുക്കാൻ കിടക്കാൻ പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, രാത്രിയുടെ നിശബ്ദതയ്ക്കായി വാഴ്ത്തുന്നു. അവിടുത്തെ അദൃശ്യ സാന്നിധ്യത്താൽ അവിടെ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. വായിച്ച വേദഭാഗത്തിലൂടെ അവിടുത്തെ ആത്മാവ് ഞങ്ങളോട് സംസാരിപ്പാൻ പോകുകയാൽ സ്തോത്രം. കർത്താവേ, ഗ്രൗണ്ടിൽ വന്ന ദൈവമക്കളോട് മാത്രമല്ല, ഭവനാന്തർഭാഗത്തിരുന്ന് വഴിവക്കിൽ നിന്ന് ഒക്കെ വചനം കേൾക്കുന്നതോട് പരിശുദ്ധാത്മാവ് സംസാരിക്കണം. വിശേഷിച്ച് ലൈവായി വീടുകളിൽ ഇരുന്ന് ദൂരെ ഇരുന്ന് വചനം കേൾക്കുന്നതോട് ദൈവാത്മാവ് സംസാരിക്കണമേ. ജനം വിടുവിക്കപ്പെടുവാൻ തടസ്സം നിൽക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും നസ്രയനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ശാസിക്കുന്നു. വലിയ ദൈവശക്തി ഇവിടെ വ്യാപരിപ്പാൻ പോകയാൽ സ്തോത്രം. അവിടുത്തെ കരം ഞങ്ങളെ തൊട്ടിരിക്കാലെന്നെ സ്തുതിക്കുന്നു. പ്രാർത്ഥനകൾ നമിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. കഴിഞ്ഞ ഓണവാര ക്യാമ്പായിരുന്നു തോന്നുന്നു, PIP ക്യാമ്പിൽ ഈ സ്റ്റേജിൽ നിൽപ്പാൻ കർത്താവ് എനിക്ക് കൃപ നൽകി. ആ മെസ്സേജ് ലക്ഷക്കണക്കിന് ദൈവമക്കൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന്. നിങ്ങൾക്കറിയാതെ ഏതാണ്ട് ആ ഒരു മെസ്സേജിൻ്റെ തന്നെ 10ഓളം കട്ടിങ്സ് സോഷ്യൽ മീഡിയയിലൂടെ പോകുന്നുണ്ട്. ആയിരക്കണക്കിന് ദൈവമക്കൾ അവരോട് ദൈവാത്മാവ് ഇപ്പോഴും സംസാരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അത് സന്തോഷമാണ്. കാരണം പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ നടുവിൽ നിന്നുകൊണ്ടാണ് ആ ദൂതൊന്ന് ലഭിച്ചത്. ഇന്ന് രാത്രിയിലും നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മോട് സംസാരിക്കും. കർത്താവിനോട് സംസാരിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു കൈയൊന്ന് ഉയർത്തിയാട്ട്. ആ കരം ഒന്ന് അടിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തി. എല്ലാ കരങ്ങളും അടിച്ചാട്ട് വാ തുറന്ന ശക്തിയോടെ. ഹല്ലേലൂയ. ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എന്നാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. 2 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അതിപ്രശസ്തരായ 2 വ്യക്തികൾ പ്രയാസമേറിയ അവരുടെ ജീവിതത്തെ അലട്ടിയ 2 വിഷയങ്ങളുടെ മുമ്പിൽ ചോദിച്ച ചോദ്യങ്ങൾക്ക് ദൈവം കൊടുത്ത ഒരു ഉത്തരമാണ്, ഞാൻ സകല ഇടത്തിൻ്റെയും ദൈവമായ യഹോവ, എന്നാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? BC 629 ജീവിച്ചിരുന്ന യിരെമ്യാവും AD 10 ജീവിച്ചിരുന്ന മറിയയും ദൈവത്തോട് ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടിയാണ്, ഞാൻ സകല ഇടത്തിൻ്റെയും ദൈവമായ യഹോവ, എന്നാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? നമ്മുടെ ദൈവം കാലാതീതനായ ദൈവമാണ്. അവന് BCയും ADയും പ്രശ്നമല്ല. നമ്മുടെ ദൈവത്തെ കൊണ്ട് കഴിയുമോ എന്ന് ഒന്നിനെക്കുറിച്ചും ചോദിക്കരുത്. ദൈവത്തിന് ഹിതമാണോ എന്ന് ചോദിക്കുക. ദൈവത്തെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യവുമില്ല. എൻ്റെ പ്രഭാഷണത്തിൻ്റെ ആരംഭത്തിൽ ഗ്രൗണ്ടിൽ വന്ന ദൈവമക്കളോട് ഞാൻ പറയാം, നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിന്മേൽ 1000 പ്രാവശ്യം ദുഷ്ടപിശാച് അസാധ്യം അസാധ്യം അസാധ്യമെന്നെഴുതുമ്പോൾ ഇന്ന് രാത്രി യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിൻ്റെ അടിയിൽ ഒരു വട്ടം നീ എഴുത്, എൻ്റെ ദൈവത്താൽ ഇത് സാധ്യമാണ്. ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചു തുടങ്ങിയാട്ട്. എല്ലാ അധരങ്ങളും ചലിക്കട്ടെ. കരങ്ങളടിച്ച് അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ, നീ ഭാരപ്പെടുന്ന വിഷയത്തിന്മേൽ ഈ രാത്രി യേശുവിൻ്റെ നാമത്തിൽ പറ, എൻ്റെ ദൈവത്താൽ ഇത് സാധ്യമാണെന്ന് പറ. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചേ. മക്കളെ, മൗനമായിരിക്കരുത്. യേശുവിൻ്റെ നാമത്തിൽ പറ, എൻ്റെ ദൈവത്താൽ സാധ്യം, എൻ്റെ ദൈവത്താൽ സാധ്യം. ഇതിൻ്റെ പശ്ചാത്തലം യിരെമ്യാപുരം 32-ാം അധ്യായത്തിൻ്റെ പശ്ചാത്തലം, ദൈവത്തിൻ്റെ അഭിഷക്തനായ യിരെമ്യാവ് ഇസ്രായേൽ ജനത്തോടും രാജാവിനോടും ഇസ്രായേൽ പ്രവാസത്തിലേക്ക് പോകാൻ പോകുന്നു എന്ന് പ്രവചിച്ചു, മുന്നറിയിപ്പ് കൊടുത്തു. ആ പ്രവചിച്ച പ്രവാചകനെ രാജാവ് പിടിച്ച് കുണ്ടറയിലിട്ടു, ജയിലിലിട്ടു. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കാവൽപ്പുരമറ്റത്തെ അടച്ചു. പക്ഷേ അടുത്ത ദൂത് ജയിലിൽ വെച്ച് കിട്ടി. 6-ാം വാക്യം, എല്ലാം വായിക്കാൻ നേരമില്ല. 6-ാം വാക്യം വായിച്ചാട്ടെ. യിരെമ്യാവ് പറഞ്ഞത്, യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, നിന്റെ ഇളയപ്പനായ ശല്ലൂമിന്റെ മകൻ ഹനമയേൽ
നിന്റെ അടുക്കൽ വന്നു, അനാഥോത്തിൽ എന്റെ നിലം മേടിച്ചുകൊള്ളുക, അത് മേടിപ്പാൻ തക്കവണ്ണം വീണ്ടെടുപ്പിന്റെ അവകാശം നിനക്കുള്ളതല്ലോ എന്ന് പറയും. യഹോവ അരുളി ചെയ്തതുപോലെ എന്റെ ഇളയപ്പന്റെ മകൻ ഹനമയേൽ കാവൽപുരമുറ്റത്ത് എന്റെ അടുക്കൽ വന്നു, ബെന്യാമീൻ ദേശത്ത് അനാഥോത്തിലെ എന്റെ നിലം മേടിക്കണമേ, അവകാശം നിനക്കുള്ളതല്ലോ, വീണ്ടെടുപ്പും നിനക്കുള്ളത്, നീ അത് മേടിച്ചു കൊള്ളണമെന്ന് എന്നോട് പറഞ്ഞു. അത് യഹോവയുടെ അരുളപ്പാട് എന്ന് ഞാൻ ഗ്രഹിച്ചു. അങ്ങനെ ഞാൻ ഇളയപ്പന്റെ മകൻ ഹനമേലിനോട് അനാഥോത്തിലും നിലം മേടിച്ച് വില 17 ശേക്കൽ വെള്ളി തൂക്കി കൊടുത്തു. ആധാരം എഴുതി മുദ്രയിട്ടു സാക്ഷികളെ കൊണ്ടു. ആധാരമെടുത്തും മുദ്രവെപ്പും സാക്ഷികളെ വെപ്പും ഇന്ന് തുടങ്ങിയല്ല, അന്നേ തുടങ്ങിയതാണ്. ഇന്ന് രാത്രി ഞാൻ ഈ ദേശത്തിലെ അന്ധകാര ശക്തികൾ കേൾക്കെ വിളിച്ചു പറയാം, ദൂതറിയിച്ച പ്രവാചകനെ നിനക്ക് ബന്ധിക്കാൻ കഴിയും, ദൂതിനെ ബന്ധിപ്പാൻ കഴിയില്ല. പ്രസംഗികനെ നിനക്ക് ബന്ധിക്കാം, പ്രസംഗത്തെ ബന്ധിപ്പാൻ കഴിയില്ല. ഈ രാത്രി ഗ്രൗണ്ടിൽ ദൈവത്തെ ആരാധിക്കും ദൈവവേദലേ, നിന്നോട് ദൂതറിയിച്ച ദൈവത്തിൻ്റെ അഭിഷക്തൻ കടന്നുപോയാലും പറഞ്ഞത് ദൈവമാകിയാൽ അത് സംഭവിച്ചിരിക്കും. ഒന്നുകൂടെ ഞാൻ പറയാം, നീ ഒന്ന് കാണുന്നതെല്ലാം അസാധ്യമാണെങ്കിലും, ഒരു സാധ്യതയും നിന്റെ മുമ്പിലില്ലെങ്കിലും, സകലവും അസാധ്യമാണെങ്കിലും പറഞ്ഞത് ദൈവമാകിയാൽ അത് സംഭവിക്കുന്നു. വിശ്വസിക്കും ദൈവമക്കൾ, ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറയാം. ഒരു സാധ്യതയും നീ കാണുന്നില്ലെങ്കിലും, മുഴുവൻ അസാധ്യമാണെങ്കിലും പറഞ്ഞത് ദൈവമാണെങ്കിൽ അത് സംഭവിച്ചിരിക്കും. യിരെമ്യാവിനെ കാവൽപുരമിട്ട് തടച്ചു, പക്ഷേ ദൂത് നിവർത്തിക്കാതിരുന്നില്ല. യിരെമ്യാവിൻ്റെ ഒരു പ്രത്യേകത, 3 കാലഘട്ടത്തിൽ പ്രവചിപ്പാൻ യിരെമ്യാവിന് കഴിഞ്ഞു. ഒന്ന്, പ്രവാസത്തിലേക്ക് പോകും മുമ്പ് യിരെമ്യാ പ്രവചിച്ചു, പ്രവാസത്തിലേക്ക് പോകാൻ പോകുന്നു. 2, പ്രവാസത്തിൽ ആയപ്പോഴും യിരെമ്യാ പ്രവചിച്ചു. 3, പ്രവാസത്തിൽ നിന്നും മടങ്ങി വന്നപ്പോഴും യിരെമ്യാ പ്രവചിച്ചു. 3 കാലഘട്ടങ്ങളിൽ പ്രവചിപ്പാൻ ദൈവം തൻ്റെ ദാസന് കൃപ നൽകി. അതായത് എല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, ശ്രദ്ധിച്ചിരിക്കണം. അവൻ്റെ വാഗൊണ്ട് പറഞ്ഞത് അവൻ്റെ കണ്ണുകൊണ്ട് കാണുവാൻ ദൈവന് കൃപ നൽകി. ഇവിടെ ഒരു പ്രസംഗം കേൾക്കാനല്ല ഇന്ന് രാത്രി നീ ഇരിക്കേണ്ടത്, ദൈവത്തിൻ്റെ വിടുതൽ അനുഭവിപ്പാൻ ഇന്ന് രാത്രി ഇരിക്കണം. ദുഷ്ടപിശാച് തടഞ്ഞു വെച്ച നിന്റെ നന്മയുടെ ഉറവകൾ ഈ രാത്രി കർത്താവ് തുറക്കുന്ന രാത്രി എന്ന് വിശ്വസിക്കുന്നവൻ വീണ്ടും ശക്തിയോടെ കർത്താവിനെ ആരാധിച്ചാട്ട്. ഈ രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ വാഗൊണ്ട് പറഞ്ഞ ചിലത് നിന്റെ കണ്ണുകൊണ്ട് കാണാൻ ദൈവം നിനക്ക് കൃപ നൽകും. കർത്താവിൻ്റെ അഭിഷക്ത, നിന്റെ വാഗൊണ്ട് പറഞ്ഞത് നിന്റെ കണ്ണുകൊണ്ട് കാണാൻ ദൈവം നിനക്ക് കൃപ നൽകും. കരമടിച്ചോ, ശക്തിയോടെ അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചോ. ഇത് പെന്തക്കോസ്ത് യോഗമല്ലേ? ആത്മ നിറവിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ, എന്റെ വാഗൊണ്ട് പറഞ്ഞത് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കാണും. ശക്തിയോടെ വാതുറം ദൈവത്തെ സ്തുതിച്ചോ മക്കളെ. യേശുവിന്റെ നാമത്തിൽ അമ്പി നിന്റെ കണ്ണുകൊണ്ട് നീ വാഗൊണ്ട് പറഞ്ഞത്, പ്രിയ പിതാവേ നീ വാഗൊണ്ട് പറഞ്ഞത്, പ്രിയ മോളെ നീ വാഗൊണ്ട് പറഞ്ഞത് നിന്റെ കണ്ണുകൊണ്ട് നീ കാണും. നിന്റെ തലമുറയെക്കുറിച്ച്, നിന്റെ സഭയെക്കുറിച്ച് കണ്ണുനീരോട് നീ പറഞ്ഞ ചിലത് നിന്റെ കൺമുമ്പിൽ ദൈവം നിവർത്തിക്കും. സ്തോത്രം. ഞാൻ TV പ്രഭാഷണം നടത്തുന്ന കാലഘട്ടത്തിൽ ഒത്തിരി ആളുകൾ വിളിക്കാറുണ്ടായിരുന്നു. ഒരു ഹൈന്ദവ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊരു സിസ്റ്റർ കൂടെ എന്നെ വിളിക്കും. അവിടെ ഭർത്താവ് മദ്യപാനിയാണ്. മാനസാന്തരപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഒത്തിരി വട്ടം പ്രാർത്ഥിച്ചു, ഒത്തിരി തവണയായി. ഒരു ദിവസം നിരാശയോടെ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, പാസ്റ്റർ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കില്ലേ? ഞാൻ പറഞ്ഞു, ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ഉടനെ അവൾ എന്നോട് ചോദിക്കുകയാണ്, ഇനി എന്നാണ് ദൈവം പ്രവർത്തിക്കുന്നത്? എൻ്റെ കണ്ണടഞ്ഞ ശേഷമാണോ, ഞാൻ ചത്തു കഴിഞ്ഞാണോ ദൈവം പ്രവർത്തിക്കുന്നത്? നിരാശ കൊണ്ടാ. പക്ഷെ പെട്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ മേൽ വന്നു. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, അവളോട് പറ, ഞാനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നിവർത്തി കാണാതെ നിന്റെ കണ്ണടയാൻ ഞാൻ സമ്മതിക്കത്തില്ല. കരയുന്ന പിതാവേ, പ്രാർത്ഥിക്കുന്ന മാതാവേ, വിടുവിൽ നിൽക്കുന്ന ദൈവത്തിൻ്റെ അഭിഷക്ത പരിശുദ്ധാത്മാവ്, ഞാൻ പറയാം, ദൈവമാണ് നിന്നോട് വാക്ക് പറഞ്ഞതെങ്കിൽ അതിന്റെ നിവർത്തി കാണാതെ നിന്റെ കണ്ണടയാൻ അവൻ സമ്മതിക്കില്ല. ശക്തിയോടെ കരമടിച്ച് അന്യഭാഷ ദൈവത്തെ സ്തുതിക്ക്. വിശ്വാസത്തോടെ സ്തോത്രം പറഞ്ഞു. അനവധി ചോദ്യചിഹ്നങ്ങളുടെ നടുവിലാണ് നീ ഇരിക്കുന്നതെങ്കിലും യേശുവിന്റെ നാമത്തിൽ പറ, എന്റെ വാഗൊണ്ട് പറഞ്ഞത് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കാണും.
ദൈവം തന്റെ ദാസനായ യിരെമ്യാവിനോട് പറഞ്ഞു, അനാഥോത്തിലെ സ്ഥലം, ഹനമ്മയുടെ സ്ഥലം നീ വിലയ്ക്ക് വാങ്ങണം, ആധാരം എഴുതണം, മുദ്രയിടണം, സാക്ഷികളെ വിൽക്കണം. യിരെമ്യാവ് ചോദ്യം ചെയ്യാതെ അനുസരിച്ചു. ദൈവം തമ്പുരാൻ പറഞ്ഞതുപോലെ. അവിടെ മറ്റു ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. യിരെമ്യാവ് കിടക്കുന്ന കുണ്ടറയിലാണ്, കാരാഗ്രഹത്തിലാണ്. പക്ഷെ ദൈവം തമ്പുരാൻ കാരാഗ്രഹത്തിൽ വന്ന് പറഞ്ഞു, നിന്റെ ഇളയപ്പനായ ശല്ലൂമൻ്റെ മകൻ അനമയേൽ നിന്റെ അടുക്കൽ വരും. അവൻ പറയും, എൻ്റെ നിലം വാങ്ങണം, നീ അത് വാങ്ങണം, നീ മുദ്രയിടണം. എവിടെ കിടക്കുക യിരെമ്യാവ്? ജയിലിൽ കിടക്കുക. ഇന്നത്തെ പോലെ നോ ഇമെയിൽ, നോ വാട്സാപ്പ്, നോ മൊബൈൽ ഫോൺ. ഹനമയേലിനോട് ആരാച്ചാ പറഞ്ഞേ? ജയിലിൽ യിരെമ്യാവ് കിടക്കുന്നു. ദൈവം തമ്പുരാന്റെ അരുളപ്പാട് യിരെമ്യാവിനുണ്ടായി, നിന്റെ ഇളയപ്പൻ്റെ മകൻ വരും. ഇന്ന് രാത്രി ഞാൻ നിന്നോട് പറയാം, നിന്നോട് പറഞ്ഞ ദൈവം ഹനമയേലിനോടും പറയും. നിന്നോട് കൽപ്പിച്ച ദൈവം, ഏലിയാവേ, നിന്നോട് കൽപ്പിച്ച ദൈവം കാക്കയോട് കൽപ്പിക്കും. നിന്നോട് കൽപ്പിക്കുന്ന ദൈവം, ഹല്ലേലൂയ, ദൂതനോട് കൽപ്പിക്കും. എത്ര പേർക്ക് ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാൻ കഴിയും? നിന്നോട് കൽപ്പിക്കുന്ന ദൈവം ഉന്നത അധികാരിയോട് കൽപ്പിക്കും. നിന്നോട് കൽപ്പിക്കുന്ന ദൈവം മേലുദ്യോഗസ്ഥനോട് കൽപ്പിക്കും. ശക്തിയോട് കരമടിച്ച് സ്തോത്രം ചെയ്യുന്നോട് പറ, എന്നോട് കൽപ്പിച്ച ദൈവം പറയേണ്ടവനോട് പറഞ്ഞിരിക്കും. പോരാ പോരാ പോരാ, ശക്തിയോടെ ദൈവത്തെ ആരാധിക്കുക. മോനെ, നിന്നോട് കൽപ്പിച്ച ദൈവം മേലുദ്യോഗസ്ഥനോട് കൽപ്പിക്കും. യിരെമ്യാവ് അവിടെ കിടക്കുക. യിരെമ്യാവ് പറഞ്ഞു, എഴുതിച്ചു, നീ എന്തോ പറഞ്ഞാലും ഞാൻ ചോദ്യം ചെയ്യാതെ അനുസരിക്കുമെന്നൊക്കെ നമ്മൾ പാടും. പക്ഷെ നമ്മൾ ഒരായാലും ചോദ്യം ചോദിക്കും. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം അവൻ കണ്ടിട്ടുണ്ട്. എന്തിനെന്ന് ഞാൻ പാടാൻ എളുപ്പമാണ്, പക്ഷെ 200 ചോദ്യം നമ്മൾ ചോദിക്കും. പക്ഷേ യിരെമ്യാവ് ഒന്നും ചോദിച്ചില്ല. അദ്ദേഹം ആധാരം എഴുതി മുദ്ര വെച്ചു. അത് കഴിഞ്ഞൊരു ചോദ്യം ചോദിച്ചു. പാസ്റ്റർ വായിച്ചേ, ആരാ വായിക്കുന്നത്? 32 25 മുതലുള്ള വാക്യങ്ങൾ വായിച്ചേ. 25 മുതലുള്ള വാക്യങ്ങൾ. യെസ്. യഹോവയായ കർത്താവേ, നഗരം കൽദയരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കെ നിലം വിലയ്ക്ക് മേടിച്ച് അതിനെ സാക്ഷികളെ വയ്ക്കുവാൻ നീ എന്നോട് കൽപ്പിച്ചുവല്ലോ. ദൈവം തമ്പുരാനോട് യിരെമ്യാവ് എല്ലാം ചെയ്തിട്ട് ചോദിച്ചു, കർത്താവേ, നല്ല, നമ്മുടെ ഭാഷ നല്ല ചെയ്ത് നല്ല പണിയാ കാണിച്ചത്. കാരണം ഈ സ്ഥലം എവിടെ പോകാൻ പോവാ? ബാബേലിൻ്റെ കയ്യിൽ പോകാൻ പോവാ. ഇതവർ പിടിച്ചോണ്ട് പോകാൻ പോവാ. എന്നിട്ട് ഈ എൻ്റെ ഇന്ന് നമ്മൾ പറയുന്ന ഇല്ലാത്ത കാശ് കൊണ്ട് ഈ സ്ഥലം വാങ്ങി എഴുതിപ്പിച്ചല്ലോ. ഇത് പോവല്ലേ? ഇത് അവർ കൊണ്ടുപോകാൻ പോവല്ലേ? എന്നിട്ട് നീ എന്നെ കൊണ്ട് എന്തിനാ ഈ സ്ഥലം വാങ്ങിച്ചേ എഴുതിപ്പിച്ചത്? ഉടനെയാണ് കർത്താവ് പറഞ്ഞത്. വായിച്ചു അടുത്ത വാക്യം, ഞാൻ സകല ജഡത്തിന്റെയും. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് യിരെമ്യാവിനുണ്ടായതെന്തെന്നാൽ, ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? യിരെമ്യാവിനോട് തമ്പുരാൻ പറഞ്ഞു, ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? അതിൻ്റെ അർത്ഥം, ഇപ്പോൾ ഇത് പ്രവാസത്തിലായിരിക്കാം, ഇപ്പോൾ ഇത് ബാബിലോൺകാരുടെ കയ്യിലായിരിക്കാം, ഇപ്പോൾ അവരിത് പിടിച്ചെടുത്തിരിക്കാം. പക്ഷേ മോനെ, ഇങ്ങോട്ട് നോക്കേ മോളെ, കാര്യങ്ങൾ മാറ്റിമറിക്കാൻ എനിക്കധികം സമയം വേണ്ട. കാര്യങ്ങളെ മാറ്റിമറിക്കാൻ എനിക്കധികം സമയം വേണ്ട. സെക്കൻഡുകൾ കൊണ്ട് ഞാൻ കാര്യങ്ങളെ മാറ്റിമറിക്കും. ആരോടൊക്കെയോ ദൈവാത്മാ പറയുന്നു, വിശ്വസിക്കുന്നവൻ, ഏറ്റെടുക്കുന്നവൻ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ച്, നിന്റെ ദൈവത്തിന് കാര്യങ്ങളെ മാറ്റിമറിക്കാൻ അധികം സമയം വേണ്ട എന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ പ്രവചിക്കുന്നു. ഓ ഷാമ റൊഗുനിയ ഹോഡ റൊഗോ നിഹാന. തിരികെ വരില്ലെന്ന് നീ ചിന്തിക്കുന്ന ചിലത് തിരികെ വരും. തിരികെ കിട്ടില്ലെന്ന് ചിന്തിക്കുന്ന ചിലത് തിരികെ കിട്ടും. മടങ്ങി വരില്ലെന്ന് നീ ചിന്തിക്കുന്നതിൻ്റെ തലമുറ മടങ്ങി വരും. കർത്താവിനെ പ്രസംഗിക്കില്ലെന്ന് നീ ചിന്തിക്കുന്ന നിന്റെ സന്താനം യേശുവിനെ പ്രസംഗിക്കും. ഒരിക്കലും സംഭവിക്കില്ലെന്ന് നീ ചിന്തിക്കുന്ന ചിലത് ദൈവം നിനക്ക് വേണ്ടി സംഭവിപ്പിക്കും. ശക്തിയോടെ കരങ്ങൾ അടിച്ച് സ്തോത്രം പറഞ്ഞുകൊണ്ട് പറ, അത് സംഭവിക്കുമെന്ന് പറ, അത് സംഭവിക്കുമെന്ന് പറ, അത് സംഭവിക്കുമെന്ന് പറ. ഒന്നുകൂടെ ഞാൻ പറയാ, ദൈവം നിന്നോട് കാര്യം പറഞ്ഞെങ്കിൽ, സാഹചര്യങ്ങളൊന്നും അനുകൂലമല്ലെങ്കിലും പറഞ്ഞത് സർവശക്തനാകിയാൽ അത് സംഭവിച്ചിരിക്കും. ഉടമാന വൈഡമാന ഋതുനാര ഹതുനാ ബലംശമാന ഹതുനാ എല്ലാവരും ദൈവത്തെ ആരാധിച്ചാട്, എല്ലാവരും ദൈവത്തെ ആരാധിച്ചാ. കയ്യൊന്ന് അടിച്ചാ, വായം തുറക്കച്ചാ, അന്യഭാഷ ദൈവത്തെ സ്തുതിക്കുന്ന രാത്രി യേശുവിന്റെ നാമത്തിൽ പറ, സംഭവിക്കും. മടങ്ങി വരില്ലെന്ന് ചിന്തിക്കുന്ന മടങ്ങി വരും. തിരികെ കിട്ടില്ലെന്ന് ചിന്തിക്കുന്ന തിരികെ കിട്ടും. നിന്റെ തലമുറ മടങ്ങി വരും. ഒരിക്കലും സംഭവിക്കില്ലെന്ന് നീ ചിന്തിക്കുന്ന ചിലത് ദൈവം സംഭവിപ്പിക്കും.
ഒന്നുകൂടെ പറയാം, കാര്യങ്ങളെ മാറ്റിമറിക്കുവാൻ നമ്മുടെ ദൈവത്തിന് അധിക സമയം വേണ്ട. അവൻ വാഴുന്നു. കൈ ഉയർത്തി പറ, അവൻ വാഴുന്നു. സെക്കൻഡുകൾ കൊണ്ട് ദൈവം കാര്യങ്ങളെ മാറ്റിമറിക്കും. നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ സെക്കൻഡ് വരെ സിംഹാസനത്തിൽ ഇരുന്ന ഫറവോൻ അടുത്ത സെക്കൻഡിൽ ഹല്ലേലൂയ വെള്ളം കുടിക്കുക. എവിടെ കിടന്ന്? ചെങ്കടലിൽ കിടന്ന് വെള്ളം കുടിക്കുകയാണ്. കഴിഞ്ഞ സെക്കൻഡ് വരെ സിംഹാസനത്തിൽ ഇരുന്ന നെബൂഖദ്നേസർ അടുത്ത സെക്കൻഡിൽ കാളയെപ്പോലെ പുല്ല് തിന്നുകയാണ്. കാര്യങ്ങൾ മാറ്റിമറിക്കാൻ ദൈവത്തിന് അധികം സമയം വേണ്ട. അതുകൊണ്ട് ആരും അഹങ്കരിക്കരുത്, ആരും നിഗളിക്കരുത്, ഒന്ന് കണ്ടുകൊണ്ട് നീ പ്രശംസിക്കരുത്. ഒറ്റ സെക്കൻഡ് കൊണ്ട് കാര്യങ്ങളെ മാറ്റിമറിക്കാൻ കഴിവുള്ള ദൈവം ജീവിക്കുന്നു. ഓടോ റുഗോനിയ ഹംപുനാര മഷയ. ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ പ്രസംഗ വിഷയം മാറ്റിയതാ. ഇവിടെ ദൈവദാസൻ കർത്താവിൻ്റെ വരവിനെ കുറിച്ച് പറഞ്ഞു. അവിടെ കൊണ്ട് നിർത്തണമെന്ന് ദൈവാത്മാവനോട് പറഞ്ഞു. ഞാനിപ്പോൾ പലയിടത്തും പ്രസംഗിക്കും പറയാറുണ്ട്, ഇവിടെ വരുന്ന വഴി ഇഷ്ടം പോലെ ബിൽഡിങ് കാണാം, ആകാശം മുട്ടിന്. അതൊന്നുമില്ല. ഓസ്ട്രേലിയയിൽ ചെന്ന് നോക്കണം, UK ചെന്ന് നോക്കണം, ഇങ്ങനെ നോക്കണം. 25, 30, 50, 60, 70 ഒക്കെ നില ഇങ്ങനെ നിരന്നിക്കുക. കുവൈറ്റിൽ ചെന്ന് നോക്കണം, ഷാർജയിൽ പോയി നോക്കണം, ദോഹയിൽ ചെന്ന് നോക്കണം, ഇങ്ങനെ നിൽക്കുക. പക്ഷെ ഒരു കാര്യം നീ ഓർത്തോണം, ഇതിനെ ഇല്ലായ്മാക്കാൻ എത്ര വർഷം കൊണ്ട് കെട്ടിപ്പൊക്കിയതാ. ഈ ഇത്ര വർഷം കൊണ്ടാണ് ഇത് കെട്ടിപ്പൊക്കിയേ. ഈ വർഷം കൊണ്ട് കെട്ടിപ്പൊക്കിയത് ഇല്ലാതാക്കാൻ ദൈവത്തിന് വർഷം 10 വേണ്ട, വർഷം 15 വേണ്ട, വർഷം അല്ലെ മാസം 10 വേണ്ട, മാസം 2 വേണ്ട. റിക്ടർ സ്കെയിലിൽ 5.5 4.6 ഒരു ഭൂമി കുലുക്കം, ഒന്ന് കുലുങ്ങും ദൈവം പറഞ്ഞാൽ നീ വർഷങ്ങളായി കെട്ടിപ്പൊക്കിയത് സെക്കൻഡ് കൊണ്ട് നീ ഇടിച്ചു താഴെയിടും. ഇന്ന് രാത്രി പത്തനാപുരക്കാരോട് ഞാൻ പറയാം, കെട്ടിടത്തിന്റെ വലിപ്പം കണ്ടും വസ്തുവിന്റെ വിസ്തൃതി കണ്ടും അഹങ്കരിക്കരുത്. ഒരു സെക്കൻഡ് കൊണ്ട് ഇതിടിച്ചു താഴെയിടാൻ അധികാരമുള്ളവനെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ശക്തിയോടെ ദൈവമക്കളെല്ലാം ഒന്ന് കൈയടിച്ച് ദൈവത്തെ സ്തുതിച്ചോ. കയ്യടിയൊക്കെ ചിലർക്ക് അലർജിയാ, പക്ഷെ ആരാധിക്കുന്ന ദൈവം അത് അലർജിയൊന്നും അല്ലെന്നേ. സെക്കൻഡുകൾ മതി ദൈവത്തിന്റെ കാര്യം മാറിക്കാൻ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, കഴിഞ്ഞ നിമിഷം വരെ, കഴിഞ്ഞ രാത്രി വരെ കുണ്ടറയിൽ കിടന്നവനെ അടുത്ത ദിവസവും പ്രധാനമന്ത്രി കസേരയിലെത്തി യോസഫിനെ. സ്തോത്രം. നിങ്ങൾ ബെൽഷസ്സറിനെ നോക്കുക. ബെൽഷസ്സർ തൻ്റെ കൊട്ടാരത്തിൽ അവൻ്റെ വിരുന്നുവാഴികൾക്കും വെപ്പാട്ടികൾക്കും എല്ലാം വിരുന്ന് കഴിക്കുന്നു. അവൻ യെരൂശലേം ദൈവാലയത്തിൽ കൊണ്ടുവന്ന അവിടുത്തെ പാത്രം പോരാഞ്ഞിട്ട് യെരൂശലേം ദൈവാലയത്തിലെ പാത്രം കൊണ്ടുവന്ന് അതിലും വീഞ്ഞു കുടിച്ച് എഴുതുകയാണ്. അവിടെ ടൈറ്റ് സെക്യൂരിറ്റി ഉണ്ട്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഈച്ചയ്ക്ക് പോലും കടന്നു വരാൻ കഴിയില്ല, അത്ര ടൈറ്റ് സെക്യൂരിറ്റിയാണ്. ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ ചുറ്റുമതിലിനെ കുറിച്ച് പറഞ്ഞത് 6 കുതിര രഥങ്ങൾക്ക് പോകാൻ തക്ക വീതിയിലാണ് അത് ഉണ്ടാക്കിയിരുന്നത്. ഒരൊറ്റ ഈച്ച പോലും അകത്ത് കിടന്നില്ല, അത്ര സെക്യൂരിറ്റിയുള്ള ബെൽഷസ്സർ അവൻ്റെ ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ ഉള്ളിൽ വലിയ ദർബാർ ഹാളിൽ അവൻ്റെ വെപ്പാട്ടികൾ ഉൾപ്പെടെ അവൻ്റെ ശിങ്കിടികൾ ഉൾപ്പെടെ എല്ലാവരും കൂടെ വിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും അവനെ പാടിക്കൊണ്ടിരുന്നു, രാജാവേ നീ കുറവില്ലാത്തവൻ, രാജാവേ നീ കുറവില്ലാത്തവൻ, രാജാവേ നീ കുറവില്ലാത്തവൻ. ഇവരെല്ലാം കുറവില്ലാത്തവൻ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഈച്ചയ്ക്ക് പോലും കടന്നു ചെല്ലുവാൻ കഴിയാത്ത ടൈറ്റ് സെക്യൂരിറ്റിയുള്ള ആ ദർബാർ ഹാളിലേക്ക് തെറ്റുപറ്റാത്തൊരു ത്രാസുമായി ഒരു കരം കടന്നു വന്നു. ഓ ശമറിയ. സെക്കൻഡുകൾക്കുള്ളിൽ ഈ മിടുക്കനെ ആ കരം തൂക്കി ആ ത്രാസിലേക്ക് ഇറങ്ങി. ആ ത്രാസ് അവനെ സെക്കൻഡുകൾക്കുള്ളിൽ തൂക്കി. റിസൾട്ട് ഫിത്തിയിൽ എഴുതി, മെനെ മെനെ തെക്കൽ ഓ ഫർസീൻ, ഞാൻ നിന്നെ തൂക്കി നോക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. ഈ രാത്രി നിന്റെ രാജ്യത്വത്തിന് ഞാൻ അന്ത്യം വരുത്തും. ഈ രാത്രി ഞാൻ നിന്നെ കൊണ്ടുപോകും. ഇവിടെ രാത്രി ഞാൻ നിന്നെ ഇല്ലാതെയാക്കും. മേത്യർക്കും പാർസിക്കും ഞാൻ ഇന്ന് രാത്രി കൊടുക്കും. അവിടെ എഴുതിയിരിക്കുന്നത് അന്ന് രാത്രിയിൽ അത് നിവർത്തിക്കപ്പെട്ടു. ഈ രാത്രി ഞാൻ ഓടുകാരിലൂടെ പറയാം, ആത്മീയ ലോകത്തിലെ ബെൽഷസ്സർമാരും ആത്മീയ ലോകത്തിലെ നെബൂഖദ്നേസർമാരും ഓർത്തുകൊള്ളണം, അഹങ്കരിക്കരുത്. അങ്ങോട്ട് വിടുന്ന ശ്വാസം ഇങ്ങോട്ടെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നീ ഇവിടെ പിടമായി തിളഞ്ഞു വീഴും. നീ എത്ര വലിയ സിംഹാസനത്തിലിരുന്നാലും ഒറ്റ സെക്കൻഡ് കൊണ്ട് നിന്നെ വലിച്ചെറിയുവാൻ അധികാരമുള്ള ഒരുവൻ സ്വർഗത്തിലുണ്ട്. ശക്തിയോടെ കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. എനിക്ക് മനസ്സിലാകുന്നില്ല,
എന്ത് കണ്ടോണ്ടായി അഹങ്കരിക്കുന്നതെന്ന്. എന്ത് കണ്ടോണ്ടാ? ഈ കർത്തദാസന്മാരൊക്കെ ഒത്തിരി ഡെഡ് ബോഡികൾ കയറ്റി അയക്കുന്നവരാ. ഞാൻ അവിടെ ചെന്നപ്പോഴും ദേവദാസന്റെ ഫ്യൂണറിൽ പോയിക്ക. നിങ്ങൾ വായിക്കുന്നില്ലേ? സോഷ്യൽ മീഡിയ തുറക്കാൻ പേടിയാന്നേ. 38കാരൻ, 42കാരി, 53കാരൻ ഒക്കെ വരിക. എവിടുന്നാ? കാനഡയിൽ നിന്ന്, ഓസ്ട്രേലിയയിൽ നിന്ന് ഡെഡ് ബോഡി വരിക. ഓസ്ട്രേലിയയിൽ നിന്ന്, UK നിന്ന്. അവിടുന്ന് മാത്രം ഇവിടെയുണ്ട്. 13കാരൻ കുഴഞ്ഞു വീണ് മരിച്ചെന്ന്, 12കാരൻ കുഴഞ്ഞു വീണ് മരിച്ചെന്ന്, 7 വയസ്സുകാരൻ കുഴഞ്ഞു വീണ് മരിച്ചെന്ന്. ബസ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഡ്രൈവർ കുഴഞ്ഞു വീണ് മരിക്കുന്നു. ടിക്കറ്റ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ടക്ടർ കുഴഞ്ഞു വീണ് മരിക്കുന്നു. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അധ്യാപകൻ കുഴഞ്ഞു വീണ് മരിക്കുന്നു. നീ എന്ത് കണ്ടോണ്ടായി അഹങ്കരിക്കുന്നത്? അല്ല, എനിക്ക് മനസ്സിലാകുന്നില്ല. മട്ടവും പരുവവും പോക്കും എല്ലാം കൂടെ കണ്ടാൽ ഉടനെയെങ്ങും പോകത്തുമില്ല. ഇതെല്ലാം കൂടെ കൊണ്ടുപോകുന്ന മട്ടവാ. അഹങ്കരിക്കരുതൊന്നുകൂടെ ഞാൻ പറയാ. നിനക്ക് ഇഷ്ടപ്പെടുന്നൊന്നും എൻ്റെ കാര്യമൊന്നുമല്ല. ഒരിക്കൽ കൂടെ ഞാൻ പറയാം, സെക്കൻഡ് കൊണ്ട് നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് നിന്നെ വലിച്ചെറിയുവാൻ അധികാരമുള്ള ഒരുവനുണ്ട്. മഹത്വവന് കൊടുത്തോണം, മഹത്വവന് കൊടുത്തോണം. സ്തോത്രം. നമ്മുടെ ദൈവത്തെ കൊണ്ട് അസാധ്യമായതൊന്നുമില്ല. വിശ്വസിക്കുന്നവർ കൈ ഉയർത്തി സ്തോത്രം പറ. നിങ്ങളോട് ദൈവാത്മാവിന്റെ രാത്രി സംസാരിക്കട്ടെ. ദൈവത്തെ കൊണ്ട് അസാധ്യമായതൊന്നുമില്ല. ഈ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തെയാണ് പറയുന്നത്. കുഞ്ഞെ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവമുണ്ട്. ഒന്നാമത്തെ കാര്യം ഇസ്രായേലിന്റെ മടങ്ങിവരവാണ് എന്ന് പറഞ്ഞാൽ സംഭവിക്കില്ലെന്ന് ലോകം ചിന്തിക്കുന്ന ദൈവം സംഭവിപ്പിക്കും. 126-ാം സങ്കീർത്തനം 1-ാം വാക്യം വായിച്ചാൽ, യഹോവ സീയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു. അടുത്തോടെ വായിച്ചോ. അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പും നിറഞ്ഞിരുന്നു. യഹോവ അവരിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു എന്ന് ജാതികളുടെ ഇടയിൽ യഹോവ സീയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലായിരുന്നു. അതെന്താ കാരണം? യഹോവ സീയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലാകാൻ കാര്യം എന്താ? പ്രവാസത്തിലേക്ക് പോയി ഇസ്രായേൽ ജനം മടങ്ങി വരില്ലെന്ന് ഇസ്രായേൽ ചിന്തിച്ചു. പ്രവാസത്തിലേക്ക് പോയി ഇസ്രായേൽ ജനം മടങ്ങി വരില്ലെന്ന് അവരെ പ്രവാസികളാക്കിയവർ ചിന്തിച്ചു. പ്രവാസികളിലേക്ക് പോയി ഇസ്രായേൽ ജനം മടങ്ങി വരില്ലെന്ന് അവരുടെ അയൽക്കാർ ചിന്തിച്ചു. സംഭവിക്കില്ലെന്ന് അവർ ചിന്തിച്ചത്, അവരുടെ അയൽക്കാർ ചിന്തിച്ചത് ദൈവം അവർക്ക് വേണ്ടി സംഭവിപ്പിച്ചു. ഓരോന്നിലും നിനക്കുള്ള ദൂതുണ്ട്. ഇന്ന് രാത്രി ഒന്നുകൂടെ ഞാൻ പറയാം, നിന്നെ നോക്കി, നിന്റെ തലമുറയെ നോക്കി സംഭവിക്കത്തില്ലെന്ന് നാട്ടുകാർ പറയുന്നത്, അയൽക്കാർ പറയുന്നത്, നിന്റെ കൂടെ ആരാധിക്കുന്നവൻ പറയുന്നത് ദൈവം നിനക്ക് വേണ്ടി സംഭവിപ്പിക്കും. പോരാ, ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചോ, കരങ്ങൾ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കോ, ആരാധിച്ചോ. ഇന്ന് രാത്രി പറ, സംഭവിക്കില്ലെന്ന് എൻ്റെ തലമുറയെ നോക്കി, ഉയരില്ലെന്ന്, ഗതി പിടിക്കില്ലെന്ന്, വഴി തുറക്കപ്പെടില്ലെന്ന് ശംഭനറിയ എന്നെ നോക്കി, എൻ്റെ തലമുറയെ നോക്കി അയൽക്കാർ പറയുന്നത്, നാട്ടുകാർ പറയുന്നത്, വീട്ടുകാർ പറയുന്നത്, സഭക്കാർ പറയുന്നത് ദൈവം എനിക്ക് വേണ്ടി സംഭവിപ്പിക്കും. 137-ാം സങ്കീർത്തനം പ്രവാസത്തിൽ ഇരിക്കുന്ന ഇസ്രായേൽ ജനത്തിന്റെ പാട്ടാണ്. 137 സങ്കീർത്തനം വായിച്ചേ. 137 സങ്കീർത്തനം, ബാബേൽ നദികളുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു. സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. അതിന്റെ നടുവിലെ അലരി വൃക്ഷത്തിന്മേൽ ഞങ്ങളുടെ കിന്നരങ്ങളെ തൂക്കിയിട്ടു. ഞങ്ങളെ ബദ്ധരാക്കി കൊണ്ടുപോയവർ സിയോൻ ഗീതങ്ങളിൽ ഒന്ന് ചൊല്ലുവീൻ എന്ന് പറഞ്ഞ ഗീതങ്ങളെയും ഞങ്ങളെ പീഡിപ്പിച്ചവർ സന്തോഷത്തെയും ഞങ്ങളോട് ചോദിച്ചു. ഞങ്ങളെ യഹോവയുടെ ഗീതം അന്യദേശത്ത് പാടുന്നത് എങ്ങനെ? ബാബേൽ നദീതീരത്തിരുന്നപ്പോൾ ഒരു പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ ഇവിടെ പാടുന്നത് ഞങ്ങൾക്ക് പാടാൻ വയ്യ. അവരുടെ പ്രവാസത്തിലെ അവസ്ഥയാണ്. 137-ാം സങ്കീർത്തനം. 120 നമ്മൾ വായിച്ച 26 മടങ്ങി വന്ന ഇസ്രായേൽ പാടുകയാണ്. ഇവിടെ മറ്റൊരു ദൂതുള്ളത്, ഈ നദിയുടെ പേര് തന്നെയാണ് ബാബേൽ നദി, ഖേബാർ നദി, ഊലായി നദി. ഈ എഗസ്കേൽ 1:1, ദാനിയേൽ 1:1 അവിടെ ഇരുന്നാണ് എഗസ്കേൽ ദർശനം കാണുന്നത്, ദാനിയേൽ ദർശനം കാണുന്നത്. പ്രവാസത്ത് പോയവനൊരു പാട്ട് പാടാൻ പറഞ്ഞപ്പം, ഞങ്ങൾക്ക് വയ്യ എന്ന് പറഞ്ഞപ്പം അതേ നദീതീരത്തിരുന്ന് ഒരു അഭക്തൻ ദർശനം കാണുകയാണ്. ഒരു അഭിഷക്തൻ ഏത് കാലഘട്ടത്തിലും തൻ്റെ ജനത്തോട് പറയാൻ ദൂതുണ്ട്. ഏത് പ്രതിസന്ധിയുടെ നടുവിലും നിന്നോട് സംസാരിക്കുന്നൊരു ദൈവമുണ്ട്. നിന്നിലൂടെ ജനത്തോട് സംസാരിക്കുന്നൊരു ദൈവമുണ്ട്. ശക്തിയോടെ കരമാട്ടി സ്തോത്രം പറഞ്ഞേ. അപ്പം പ്രവാസത്തിൽ ഇരുന്നവരുടെ പാട്ടാ അത്. മടങ്ങി വന്ന ഇസ്രായേലിൻ്റെ പാട്ടാണ്. 124 എന്താ എഴുതിയിരിക്കുന്നത്? യഹോവ സീയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ
ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു. അതൊരു പാട്ട് എനിക്കിഷ്ടമാണ്. ഞാൻ പല വേദി പറയും, കണ്ണുനീരിൽ വിതയ്ക്കുന്നവർ പറഞ്ഞാട്ട് ദൈവമക്കളെ ആർപ്പോട് കൊയ്യും. വിത്ത് ചുവന്ന് കരഞ്ഞുകൊണ്ട് നടക്കുന്നു, കറ്റ ചുമന്ന് ആർത്തും കൊണ്ട് വരുന്നു. ഒന്നുകൂടെ ഞാൻ പറയും, ഇന്നലത്തെ നിൻ്റെ കണ്ണുനീരാ ഇന്നത്തെ നിൻ്റെ ആർപ്പ്. ഒന്നുകൂടെ പറയാം, ഇന്നലത്തെ നിൻ്റെ കണ്ണുനീരാ ഇന്നത്തെ നിൻ്റെ ആർപ്പ്. ഇന്ന് നിനക്ക് കണ്ണുനീരുണ്ടെങ്കിൽ നാളെ ഒരാർപ്പ് വരുന്നുണ്ട്. ശക്തിയോട് ദൈവത്തെ മഹത്വപ്പെടുത്ത്. ഇന്നലെ നിൻ്റെ അപ്പൻ കരഞ്ഞതിൻ്റെ ഫലമാ, ഇന്നലെ നിൻ്റെ അമ്മ കരഞ്ഞതിൻ്റെ ഫലമാ ഇന്ന് നീ അനുഭവിക്കുന്ന ഈ ആർപ്പ്. ശക്തിയോടെ കരങ്ങളെ അടിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കും. എനിക്ക് വ്യക്തിപരിചയമൊന്നും ഇഷ്ടമല്ല. നിങ്ങൾക്കറിയാം ഞാൻ എൻ്റെ പ്രസംഗ ശൈലിയൊക്കെ. ഞാൻ ഈ ദൈവദാസന്മാരെ കാണും. ഞാൻ പാസ്റ്റർ സാം ജോർജ് ഇവിടെ കാണുമെന്ന് വിചാരിച്ചാൽ വന്ന്. ഞാൻ അമേരിക്കയിൽ കോൺഫറൻസ് പ്രസംഗിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിച്ചു. അദ്ദേഹത്തിൻ്റെ പിതാവുമായിട്ട് എനിക്ക് കൃപയാൽ അടുപ്പമുണ്ടായിരുന്നു. അപ്പോൾ ഈ അപ്പച്ചൻ രാവിലെ സ്പീക്കർ ഫോണിൽ മോനോട് സംസാരിക്കും. ഇവരോടെല്ലാം സംസാരിക്കുമായിരുന്നു. ആ മനുഷ്യൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞൊരു പദമുണ്ട്, മോനെ ചാക്കോടെ മാനെന്നങ്ങണ്ട് അല്ലേ, ഒരു പദമുണ്ട്, ചാക്കോയുടെ ഇന്നിടത്തെ ചാക്കോയുടെ മോനെ ഇതുവരെ കൊണ്ടുവന്നത് പോരായോടാ മോനെ. അദ്ദേഹം കേൾക്കുന്നുണ്ടായിരിക്കും, ഇത്ര ഉയർത്തിയത് പോരായോടാ. നിന്റെ ക്വാളിഫിക്കേഷൻ അല്ല നിന്നെ ഇവിടെ വരെ എത്തിച്ചത്, നിന്റെ അപ്പൻ്റെ കണ്ണുനീരാ മോളെ. നിന്റെ ക്വാളിഫിക്കേഷൻ അല്ല നിന്നെ ഇതുവരെ കൊണ്ടുവന്നത്, നിന്റെ അമ്മയുടെ കണ്ണുനീരാ. ഇന്നലത്തെ നിന്റെ കണ്ണുനീരാ ഇന്നത്തെ നിന്റെ ആർപ്പ്. ഇന്ന് നിനക്കൊര കണ്ണുനീരുണ്ടെങ്കിൽ അച്ഛാ നാളെ ഒരു ആർപ്പുണ്ട്. കർത്താവ് എന്നോട് സംസാരിക്കുന്നു വിശ്വസിക്കുന്നവർ മാത്രം ആ കയ്യുയർത്തിയൊരു സ്തോത്രം എന്നാണ്. ഇസ്രായേൽ മടങ്ങി വരുന്നവർ ചിന്തിച്ചു, നാട്ടുകാർ ചിന്തിച്ചു, മടങ്ങി വന്നു, ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുക. സംഭവിക്കില്ലെന്ന് ചിന്തിക്കുന്നു. നമ്മുടെ സമയത്ത് നിർത്തേണ്ടതുകൊണ്ടാണ് സ്പീഡ് ഞാൻ വിടുന്നത്. സംഭവിക്കും. അവരെ ബദ്ധരാക്കിയവർക്ക് അവരെ വിടാൻ മനസ്സില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ ധരിക എന്ന് വടക്കിനോട് പറയും, തടുത്തു വെക്കുന്ന തെക്കിനോട് കൽപ്പിക്കും. നിന്നെ വിട്ടയക്കാൻ മനസ്സില്ലെങ്കിലും അവൻ കൽപ്പിക്കും നിനക്ക് വേണ്ടി. ധരിക എന്ന് തടുത്തു വെക്കരുത് അവൻ കൽപ്പിക്കും. ഇസ്രായേൽ മടങ്ങി വന്നു. മടങ്ങി വരൽ ചിന്തിച്ചവർ മടങ്ങി വന്നുകൊണ്ടിരിക്കുന്നു. 2, ഇസഹാക്കിൻ്റെ ജനനം സംഭവിക്കില്ലെന്ന് ലോകം ചിന്തിച്ചു. അബ്രഹാം പോലും ചിന്തിച്ചു. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. അബ്രഹാമിനെ ദൈവം വിളിക്കുന്ന 75-ാമത്തെ വയസ്സിലാണ്. അന്ന് ദൈവം തമ്പുരാൻ പറഞ്ഞു, നീ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇപ്പം സന്തതിയെയും അനുഗ്രഹിക്കും, നീ ഒരനുഗ്രഹമായിരിക്കും. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, വാഗ്ദത്ത സന്തതി തരൂ. പക്ഷേ ആ വാഗ്ദത്തം നിവർത്തിക്കായി അവൻ 25 വർഷം കാത്തിരുന്നു. എത്ര വർഷമാ? 100-ാമത്തെ വയസ്സിലാണ് കിട്ടിയത്. അതിനിടെ ഒത്തിരി സംഭവം ഉണ്ടായി. അബ്രഹാം പലവട്ടം ദൈവത്തോട് പറഞ്ഞു, തമ്പുരാനെ എന്നെ കളിപ്പിക്കരുത്, എനിക്കിനിയും വേണ്ട, ഈ എലയാസർ എൻ്റെ മുമ്പാകെ ജീവിച്ചിരുന്നാൽ മതി. 15-ാം അധ്യായത്തിൽ തമ്പുരാൻ ഇറങ്ങി വന്നു. ഞാൻ നിൻ്റെ അതിമഹത്തായ പ്രതിഫലമാണെന്നൊക്കെ പറഞ്ഞു. തമ്പുരാൻ പറഞ്ഞു, നീ കുറേ നാളായില്ലേ തമ്പുരാൻ ഇത് പറയാൻ തുടങ്ങിയിട്ട്, എനിക്ക് എലയാസർ മതി. തമ്പുരാൻ പറഞ്ഞു, നോ, നിൻ്റെ ഉദരത്തിൽ ഉരുവാകുന്നവൻ നിൻ്റെ വാക്തസന്തതിയായിരിക്കും. ആ രാത്രിയിൽ, തെളിവുള്ള രാത്രിയിൽ, ഇങ്ങോട്ട് നോക്കിയേ, തമ്പുരാൻ ഇറങ്ങി വന്നിട്ട് അബ്രഹാമിൻ്റെ കരം പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി. നിലാവുള്ള രാത്രിയിൽ ആകാശത്തോട്ട് നോക്കിയിട്ട് പറഞ്ഞു, നക്ഷത്രം ഒന്നെണ്ണാടാ, നക്ഷത്രത്തെ ഒന്നെണ്ണാൻ പറഞ്ഞു. ഞാൻ ചിലപ്പോഴൊക്കെ പറയും, ദൈവീയ വാഗ്ദത്തത്തെ സംശയിക്കുന്നവനെ കൊണ്ട് ദൈവം നക്ഷത്രം എണ്ണിക്കും. അവൻ എണ്ണാൻ തുടങ്ങി. 1, 2, 3, 4, 5, 6 തെറ്റുവാ, എണ്ണ തീരുന്നില്ല. നക്ഷത്രം എണ്ണിച്ച് തന്നെ വല്ലതും വല്ലതും മനസ്സിലായോ? മനസ്സിലാക്കിത്തരാം. നിങ്ങൾക്കറിയാമോ, ഈ ആകാശഗംഗയിൽ കോടാനുകോടി നക്ഷത്രങ്ങളുണ്ട്. ഒരു നക്ഷത്രത്തിൻ്റെ വലിപ്പം ഭൂമിയേക്കാൾ 13 മടങ്ങാണ്. അല്ലെങ്കിൽ ഇത് പറയുന്നത് നിങ്ങൾ അടിച്ചു നോക്കണം, ഞാൻ പറഞ്ഞ സത്യമാണെന്ന്. ഭൂമിയെപ്പോലെയുള്ള 13 ലക്ഷം ഭൂമിമാർ ഒരു നക്ഷത്രത്തിൽ കൊള്ളിക്കും. ഇപ്പം നക്ഷത്രത്തെ വലുതാ, സോറി ഒരു സൂര്യനെ കൊള്ളു. ഒരു സൂര്യന് 13 ലക്ഷം നക്ഷത്രങ്ങൾ, ഭൂമിമാർ ഒരു സൂര്യനെ കൊള്ളും. അപ്പം സൂര്യൻ്റെ വലിപ്പം എത്ര വലുതാ? അപ്പോൾ 13 ലക്ഷം
ഭൂമിയെ പോലെ ഉൾക്കൊള്ളുന്ന സൂര്യനെ പോലെയുള്ള 2 ലക്ഷം സൂര്യന്മാരെ ഒരു നക്ഷത്രത്തിൽ കൊള്ളും. ഞാൻ പറയുന്നത് കറക്റ്റാണോ സാറേ? സാറ് വിളിച്ചിട്ടില്ല. നമ്മൾ നോക്കും ഈ പൊട്ടുപോലുള്ള സാധനമേ, അവന് വലിയ വലിപ്പമാ. അങ്ങനെ 10,000 കോടി നക്ഷത്രങ്ങൾ ചേർന്നാണ് ഒരു ഗാലക്സി. അങ്ങനെ കോടാനുകോടി നക്ഷത്രങ്ങൾ ഈ ആകാശഗംഗയിലുണ്ട്. ഒന്നുകൂടെ പറഞ്ഞാൽ, നമ്മുടെ കടൽ തീരത്ത് എന്തുമാത്രം മണൽത്തരികളുണ്ടോ അത്രയും അധികം നക്ഷത്രങ്ങൾ ഈ ആകാശഗംഗയിലുണ്ട്. 13 ലക്ഷം ഭൂമിമാരെ ഉൾക്കൊള്ളുന്ന സൂര്യൻ, അതുപോലുള്ള സൂര്യന്മാരെ 2 ലക്ഷത്തെ ഉൾക്കൊള്ളുന്ന ഒരു നക്ഷത്രം, അങ്ങനെ കോടാനുകോടി നക്ഷത്രങ്ങൾ ചേർന്ന ഗാലക്സി. ഇവയ്ക്ക് റൂട്ട് നിശ്ചയിച്ച ദൈവം, സകലത്തെയും തന്റെ വ്യാപാര ശക്തിയിൽ വഹിക്കുന്നവൻ, ആ ദൈവത്തെ അപ്പച്ച എന്ന് വിളിക്കാൻ കൃപ ലഭിച്ചവൻ അവിടുന്ന് സ്തോത്രം പറയുന്നത്. നിനക്കറിഞ്ഞുകൂടെയോ? നീ കേട്ടിട്ടില്ലയോ? മിഥ്യദൈവം. അവൻ ക്ഷീണിക്കുന്നില്ല, അവൻ തളർന്നു പോകുന്നില്ല, അവന്റെ ബുദ്ധി അപ്രമേയമത്രേ. മക്കളെ, കുഞ്ഞുങ്ങളെ, ചെറുപ്പക്കാരെ, ഈ ദൈവത്തിന് ഒന്നുകൂടെ പറയാം, 13 ലക്ഷം ഭൂമിമാരെ പോലെയുള്ള ഭൂമിമാരെ ഉൾക്കൊള്ളുന്ന സൂര്യൻ, അങ്ങനെ 2 ലക്ഷം സൂര്യന്മാരെ കൊള്ളുന്ന ഒരു നക്ഷത്രം, അങ്ങനെ കോടാനുകോടി നക്ഷത്രങ്ങളെ ഉണ്ടാക്കിയ ദൈവം, ഇവയ്ക്ക് റൂട്ട് നിശ്ചയിച്ച ദൈവം, ഇവയെ വഹിക്കുന്ന ദൈവം, ആ ദൈവത്തിന് ഒരു സ്വർഗം ഉണ്ടാക്കുന്ന വലിയ കാര്യമാണോ? ആ ദൈവത്തിനൊരു നരകം ഉണ്ടാക്കുന്ന വലിയ കാര്യമാണോ? തമ്പുരാൻ അബ്രഹാമിനെ പിടിച്ചിറക്കി കാണിച്ചു കൊടുത്തത്, മോനെ, ഈ താരകാവലികളെ റൂട്ട് നിശ്ചയിച്ചവൻ, പേര് നിശ്ചയിച്ചവൻ, ഇവയുടെ എണ്ണമെടുക്കുന്നവനാ ഞാൻ. നിനക്ക് 100ാമത്തെ വയസ്സിൽ ഒരു കൊച്ചിനെ തരുന്ന അതിശയമാണോടാ? എന്നെ കൊണ്ട് കഴിയാത്ത കാര്യമാണോടാന്നാ ചോദിച്ചേ. ഞാനത്തോടാകാശത്തെ വാർത്തെടുത്തവൻ, ഭൂമിയെ വെള്ളത്തിൽ മേൽ വിരിച്ചവൻ. പാടിക്കേ, കൈയടിച്ചേ. ഞാനത്തോടാകാശത്തെ വാർത്തെടുത്തവൻ, ഭൂമിയെ വെള്ളത്തിൽ മേൽ വിരിച്ചവൻ. ജ്യോതി നൽകും താരവൃന്ദത്തെ മോടിയോടുവാനത്തിൽ തൂക്കിയവനാ താൻ നല്ലവനല്ലോ. കൈയടിച്ച് ഉള്ളത് താൻ വല്ലഭനല്ലോ. സ്തുതി എന്നും അവന് താൻ ഉന്നതനല്ലോ. കൃപ ചെയ്തിടുമല്ലോ. തൻ സന്നിധിയിലെന്നും പ്രമോദമുണ്ടല്ലോ. ഞാനത്തോടാകാശത്തെ വാർത്തെടുത്തവൻ, ഭൂമിയെ വെള്ളത്തിൽ മേൽ വിരിച്ചവൻ. ജ്യോതി നൽകും സൂര്യചന്ദ്രവൃന്ദത്തെ ഓടിയോടുവാനത്തിൽ തൂക്കിയവനാ. താൻ നല്ലവനല്ലോ. ദയ എന്നുമുള്ളത് താൻ വല്ലഭനല്ലോ. സ്തുതി എന്നും അവന് താൻ ഉന്നതനല്ലോ. കൃപ ചെയ്തിടുമല്ലോ. നന്ദിയിലെന്നും പ്രമോദമുണ്ടല്ലോ. മാനവേറിൻ സ്നേഹം മാറിടും നേരം, മാറിടാത്ത നിത്യ സ്നേഹിതൻ തന്നെ. നേരിടുന്ന എല്ലാ വ്യാകുലങ്ങളോ നീരുമേതൻ സന്നിധാനത്തിൽ മാനവരിൻ സ്നേഹം മാറിടും നേരം, മാറിടാത്ത നിത്യ സ്നേഹിതൻ തന്നെ. നേരിടുന്ന എല്ലാ വ്യാകുലങ്ങളും നീരുമേതൻ സന്നിധാനത്തിൽ താൻ നല്ലവനല്ലോ. എന്നുമുള്ളത് താൻ വല്ലഭനല്ലോ. സ്തുതി എന്നും അവന് താൻ ഉന്നതനല്ലോ. കൃപ ചെയ്തിടുമല്ലോ. തൻ സന്നിധിയിലും പ്രമോദമുണ്ടല്ലോ. തൻ നല്ലവനല്ലോ. ദയ എന്നുമുള്ളത് തൻ വല്ലഭനല്ലോ. സ്തുതി എന്നും അവന് താൻ ഉന്നത
നേരിടുന്ന എല്ലാ വ്യാകുലങ്ങളും അവൻ്റെ സന്നിധിയിൽ തീരും. അവൻ്റെ സന്നിധിയിൽ തീരാത്ത ഒരു വ്യാകുലമില്ലെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. അപ്പോൾ അബ്രഹാമിനെ വിളിച്ച് ദൈവം തമ്പുരാൻ പുറത്തു കൊണ്ടുവന്ന് നക്ഷത്രം എണ്ണാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, മോനെ, ഈ താരകാവലികളെ നിർമ്മിച്ച് പാലിക്കുന്ന എനിക്ക് 100-ാമത്തെ വയസ്സിൽ നിനക്കൊരു കുഞ്ഞിനെ തരുന്ന സാധ്യത. അതാ ഒന്നുകൂടെ ഞാൻ പത്തനാപുരത്തെ ദൈവമക്കളോട് പറയാം, ദൈവത്തെ കൊണ്ട് കഴിയുമോ എന്ന് ഒന്നിനെക്കുറിച്ച് നീ ചോദിക്കരുത്, ദൈവത്തിന് ഹിതമാണോ എന്ന് ചോദിച്ചാൽ മതി. അവനാൽ അസാധ്യം ഒന്നുമില്ല. ഇനിയും 18-ാം അധ്യായത്തിൽ വീണ്ടും 3 ദൂതന്മാർ അബ്രഹാമിൻ്റെ വീട്ടിൽ വരുന്നു. 9 മുതലുള്ള വാക്യങ്ങൾ, 18-ന്റെ 9 മുതലുള്ള വാക്യങ്ങൾ. ഈ ദൂതന്മാർ ദൈവമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദൂതന്മാരെന്ന് എഴുതിയിരിക്കുന്നെങ്കിലും 3 പുരുഷന്മാരെന്നാ, അത് ദൈവമാണെന്ന എൻ്റെ വിശ്വാസം. കാരണം അടുത്ത വർഷം ഇതേ സമയത്ത് ഞാൻ നിൻ്റെ വീട്ടിൽ വരും, അപ്പോൾ നിനക്ക് ഒരു മകനുണ്ടാകും. ഇത് കേട്ടപ്പോൾ സാറ കൂടാരത്തിനകത്ത് നിന്ന് ചിരിച്ചു. പൊട്ടിച്ചിരിച്ചില്ല, അട്ടഹസിച്ചില്ല, സാറ ചിരിച്ചു. കൂടാരത്തിന് പുറത്തു നിന്നവൻ ആ ചിരി കേട്ടു, ആ ചിരി കണ്ടു. അവൻ ചോദിച്ചു, സാറായി നീ ചിരിക്കുന്നുണ്ട്? അവൾ പറഞ്ഞു, ഇല്ല, ഞാൻ ചിരിച്ചില്ല. നീ ചിരിച്ചു. ഒരു ദൂത് പറയട്ടെ, നിന്റെ ഭവനത്തിൻ്റെ ഉള്ളറകളിൽ ആരും കാണാതെ നീ തുടയ്ക്കുന്ന കണ്ണുനീരുകൾ കാണുന്നൊരു സ്വർഗമുണ്ട്, മറക്കരുത്. അപ്പൻ കാണാതെ, അമ്മ കാണാതെ, ഭാര്യ കാണാതെ, ഭർത്താവ് കാണാതെ നീ തുടച്ച കണ്ണുനീരുകൾ കാണുന്നൊരു സ്വർഗമുണ്ട്. വാതുറന്ന് ശക്തിയോട് ദൈവത്തെ സ്തുതിച്ചേ. ഇന്നൊരു വിവാഹ ശുശ്രൂഷ കഴിഞ്ഞിട്ട് ഞാൻ വരികയാണ്. ഞാൻ തിരുവനന്തപുരത്തൊരു കല്യാണം നടത്തി. അത് 30 ലക്ഷം ആളുകളാണ് കണ്ടത്. അവിടെ ഞാനൊരു കാര്യം പിള്ളേരോട് ചോദിച്ചു, മക്കളെ, അപ്പം കരയുന്ന കണ്ടിട്ടുണ്ടോ എന്ന്. അമ്മ കരയുന്ന കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും കണ്ടിട്ടുണ്ട്. പക്ഷെ അപ്പം കരയുന്ന കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, കേരളത്തിൽ ഇപ്പം കൃപയാൽ ഏറ്റവും അധികം കല്യാണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാനാണ്. അമ്മ കരയുന്ന കണ്ടിട്ടുണ്ട്, അപ്പം കരയുന്ന കണ്ടിട്ടില്ല. അതുകൊണ്ട് അപ്പം കരയില്ലെന്നാണ് നീ ചിന്തിച്ചല്ലേ. ലോകത്തെ ഏറ്റവും അധികം ചിരിപ്പിച്ച ചാർലി ചാപ്ലിൻ പറഞ്ഞു, പെരുമഴ പെയ്യാൻ ഞാൻ കാത്തു നിൽക്കും, മഴയത്തിറങ്ങി ഞാൻ കരയും, എൻ്റെ കരച്ചിലാരും കാണരുത്. നിങ്ങൾ ഇരിക്കുന്ന ദൈവദാസന്മാർ ഇത് കരയില്ലെന്നല്ലേ? കരയും, പക്ഷെ ആരും കാണാതെ തുടച്ചു കളയും. ദൈവത്തിൻ്റെ അഭിഷക്ത നിന്നോട് ഞാൻ ദൂത് പറയുന്നു, ആരും കാണാതെ നീ തുടച്ച കണ്ണുനീരുകൾ അവൻ്റെ തുരുത്തിയിലുണ്ട്. ആരും കാണാതെ നീ തുടയ്ക്കുന്ന കണ്ണുനീരുകൾ അവൻ്റെ തുരുത്തിയിലുണ്ട്. ഈ രാത്രിയിൽ ഒന്നുകൂടെ ഞാൻ പ്രവചിക്കുന്നു, നീ രഹസ്യമായി കരയുന്ന ചിലതിന് അവൻ പരസ്യമായി ഉത്തരം തരും. ആരോടും പറയാതെ, ആരും കാണാതെ നീ ഭവനത്തിൻ്റെ ഉള്ളറയിൽ കരഞ്ഞ ചിലതിന് ദൈവം പരസ്യമായി ഉത്തരം തരും. കൈയടിച്ച ശക്തിയോട് ദൈവത്തെ സ്തുതിച്ചേ. എനിക്ക് ദൈവദാസന്മാരോടൊക്കെ ദൂത് പറയാൻ പരിശുദ്ധാത്മ പറയും. ഒരു ദൈവദാസൻ്റെ ആത്മകഥ ഇല്ലെന്നുള്ള ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ വിട്ടുപോയതാ ദൈവദാസന്മാരെ, കർത്താവിനോട് പറഞ്ഞ് പറയാൻ. ആത്മകഥ നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും. വർഷങ്ങൾക്ക് മുമ്പാണ്. ഞങ്ങളൊക്കെ വിശേഷം 4 പതിറ്റാണ്ടായി, 40 വർഷം കൊണ്ട് ഞാൻ പ്രസംഗിക്കുക. ഒരു ഉടൻകൊല്ലി സ്കൂട്ടർ, ആദ്യം ഞാൻ ബസ്സിലായിരുന്നു, ഛർദ്ദിച്ച് കയറി വന്ന് ഈ ദൈവദാസൻ്റെ വീട്ടിലൊക്കെ വന്ന് പ്രസംഗിക്കുന്നു. ഇവിടുത്തെ ഭാഷണിയിലൊക്കെ കിടന്നിട്ടുണ്ട്. പിന്നെ ഒരു സ്കൂട്ടറയിലായി, ഇപ്പം കാറയിലാണ്. ബസ്സേൽ എന്ന് പറഞ്ഞാൽ ഛർദ്ദിച്ച് നാറി ഇടപാട് തീർന്നാണ് വരുന്നത്. ഛർദ്ദിച്ച് വന്നിട്ടുള്ള പ്രസംഗം ചിന്തിച്ച് അത് കഴിഞ്ഞ് പിന്നെ ഛർദ്ദിച്ച വീട്ടിൽ ചെല്ലട്ടെ. ആ കാലത്ത് ഫോണൊന്നുമില്ല, കത്തിടപാടാണ് ഉള്ളത്. വീട്ടിൽ വന്ന് കുളിപ്പിക്കും. മിക്കവാറും കുമ്പനാട് കമ്മീഷനാണ് ഡയറി നിറയുന്നത്. പിന്നെ ഒരു കത്തിടും, വഴി ചോദിക്കാനോ ഇതുവല്ലോ ഉണ്ടോ ഒന്നുമില്ല. അന്ന് ഒരു ദൈവദാസൻ, ഹൈന്ദവ മൈക്കിനോട് വന്ന ദൈവദാസനെ പ്രസംഗിക്കാൻ ക്ഷണിച്ചൊരു സ്ഥലത്ത്. പക്ഷേ അദ്ദേഹത്തോട് എതിരുള്ള മറ്റൊരാൾ അതിനകത്തുണ്ടായിരുന്നു, ഒരു സെൻട്രൽ പാസ്റ്ററോ നേതാവോ കണ്ട്. നോട്ടീസെല്ലാം അടിച്ച് ഈ നോട്ടീസും കൊണ്ട് അവിടെ ചെന്ന് കൊടുക്കാൻ തുടങ്ങിയപ്പം ഇദ്ദേഹം പറഞ്ഞു, ഇവനുണ്ട് ഞാനില്ലെന്ന്. നിങ്ങളാരും ഒന്നും അനങ്ങുന്നില്ലല്ലോ. ഇവനുണ്ട് ഞാനില്ല. അപ്പോൾ ഈ പാവപ്പെട്ട ദൈവദാസൻ്റെ അടുക്ക നോട്ടീസും കൊണ്ട് വന്നിട്ട് അദ്ദേഹം വലിയ പ്രതീക്ഷയോടിരിക്കുക എന്ന് പറഞ്ഞ്, സോറി, ഞങ്ങൾ നോട്ടീസിൽ വെച്ചെങ്കിലും അച്ചായൻ പറഞ്ഞു നീ ഉണ്ട് ഞാനില്ലെന്ന്. ഒടുവിൽ അദ്ദേഹത്തെ ഒഴിവാക്കി. അദ്ദേഹത്തിൻ്റെ ആത്മകഥ നടത്തി ഞാൻ പറയട്ടെ,
അദ്ദേഹത്തിന് കരയണമെന്നുണ്ട്. ഭാര്യയും പിള്ളേരും കാണും. അത് എഴുതിയിരിക്കുന്ന ഞാൻ പറയാം. അദ്ദേഹം ഹോളും പാഴ്സലും വേറെ ചെറിയ ഹോളാണ്. ആ ഹോളിലോട്ട് പോയി എല്ലാ കഥവും അടച്ചിട്ടിട്ട് അതേ ഹോളിൽ നെടുമ്പാട് വീണു ഏങ്ങലടിച്ച് കരഞ്ഞു. ഉടനെ തമ്പുരാൻ ഇറങ്ങി അങ്ങ് ചെന്നു. നീ തന്നിയെ കരഞ്ഞ് എത്ര അവസരമുണ്ട്, അപ്പോൾ കർത്താവ് നിന്റെ അരികിൽ വന്നിട്ടില്ലേ? തമ്പുരാൻ പറഞ്ഞു, മോനെ, നിന്റെ ശുശ്രൂഷയുടെ ഒരു വാതിൽ അടയ്ക്കാൻ ഇവർക്ക് കഴിയൂ, ഒരു വേദി വിളക്കാൻ ഇവർക്ക് കഴിയൂ. ഞാൻ ഭൂലോകത്തിൻ്റെ വാതിൽ നിനക്കായി തുറക്കും. നിന്നെ ഞാൻ ഭൂലോക സീമയോളം അധിക്കും. ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ പറയാം, ദുഷ്ടപിശാചനും അവൻ്റെ കൂട്ടർക്കും നിന്റെ ഒരു നന്മ മുടക്കാനേ കഴിയൂ. ദൈവം നിനക്ക് വഴി തുറന്നാൽ ഒരുത്തനും അടയ്ക്കാൻ കഴിയില്ല. ശക്തിയോടെ കരമടിച്ച് സന്തോഷത്തോടെ അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചാട്ട്, ദൈവം അടച്ചാൽ ആര് തുറക്കും? ദൈവം തുറന്നാൽ ആരെ കളിക്കാൻ കഴിയും? ദൈവം ഒരുത്തനെ വലുതാക്കാൻ തുടങ്ങിയാൽ ആർക്കവനെ ചെറുതാക്കാൻ കഴിയും? ദൈവം ഉയർത്താൻ തുടങ്ങിയാൽ ആർക്കവനെ താഴ്ത്താൻ കഴിയും? ശക്തിയോടെ കരമടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കേ. മോനെ, നിന്റെ തലമുറയെ, അമ്മേ, മമ്മി, ഞാൻ പ്രവചിക്കുക, നിന്റെ തലമുറയെ ദൈവം ഉയർത്താൻ തീരുമാനിച്ചാൽ ലോകത്തിൽ ഒരുത്തനും തടയാൻ കഴിയില്ല. നിന്റെ കണ്ണുനീർ കാണും. ഞാൻ മൂട് പറയുന്നു, നീ രഹസ്യമായി കരയുന്ന ചില വിഷയങ്ങൾക്ക് അവൻ പരസ്യമായി ഉത്തരം തരും. ആരോടും പറയാതെ, ആരും അറിയാതെ നീ രഹസ്യമായി കരയുന്ന വിഷയങ്ങൾക്ക് എല്ലാവരും കാണുക, എന്റെ ദൈവം ഉത്തരം തരും. ഇസഹാക്ക് ജനിക്കുമെന്ന് അബ്രാമിന് പോലും വിശ്വാസമില്ലായിരുന്നു. നമ്മുടെ സമയം പോകുന്നു. 21-ാം അധ്യായം, മോനെ, 21-ാം അധ്യായം എടുത്തേ പെട്ടെന്ന്. 21-ന്റെ 1 വായിച്ചേ. 21-ന്റെ 1. അനന്തരം യഹോവ താൻ അരുളി ചെയ്യുന്നത് പോലെ സാറായെ സന്ദർശിച്ചു. താൻ വാഗ്ദത്തം ചെയ്തിരുന്നത് യഹോവ സാറായിക്ക് നിവർത്തിച്ചു കൊടുത്തു. അടുത്തത് 5-ാം വാക്യം മുതൽ വായിച്ചേ. 5-ാം വാക്യം. തന്റെ മകനായ ഇസ്ഹാക്ക് ജനിച്ചപ്പോൾ അബ്രഹാമിന് 100 വയസ്സായിരുന്നു. ദൈവം എനിക്ക് ചിരി ഉണ്ടാക്കി, കേൾക്കുന്നവരെല്ലാം എന്നെ ചൊല്ലി ചിരിക്കും എന്ന് സാറ പറഞ്ഞു. അടുത്തത്, സാറ മക്കൾക്ക് മുല കൊടുക്കുമെന്ന്, ശ്രദ്ധിച്ചോണേ, സാറ മക്കൾക്ക് മുല കൊടുക്കുമെന്ന് അബ്രഹാമിനോട് ആർ പറയുമായിരുന്നു. അവന്റെ വാർദ്ധക്യത്തിലല്ലോ ഞാൻ ഒരു മകനെ പ്രസവിച്ചത്. ഇവിടെയും ചിലപ്പോൾ മക്കളിൽ രാത്രി കാണും, ഭാരപ്പെടുമെന്നും വേണ്ട. ഇന്ന് രാത്രിയിലും ദൈവത്തിന് നിന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ കഴിയും. പരിശുദ്ധാത്മാവ് പറയുന്ന ഓരോ വാക്കും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ഈ ലൈവായി എന്നെ കാണുന്ന പ്രിയപ്പെട്ടവരെ, നിന്റെ ഞരക്കത്തിന് മറുപടി തരുന്നവൻ ഈ രാത്രിയിൽ ഉത്തരം തരാൻ ശക്തനാണ്. വലിയ സങ്കടമാണത്. അതായത് കല്യാണം കഴിച്ച ആദ്യത്തെ ഒരു 5 വർഷമൊന്നും പിള്ളേർക്ക് കുഴപ്പമൊന്നുമില്ല. ഞങ്ങളെല്ലാം ദേവദാസന്മാർ ഇതൊക്കെ കാണുന്ന പേഴ്സ് ചെയ്യുന്ന ഒരു 6 വർഷവും കുഴപ്പമില്ല, 10 വർഷവും കുഴപ്പമില്ല. ആ ടൈമിലൊക്കെ ആളുകൾ പറയും കുഴപ്പമില്ല, ദൈവം അല്ലേ ചാ, അല്ലേ ബാസ്, ദൈവം പ്രവർത്തിക്കും, അല്ലേ ചാ, ദൈവം പ്രവർത്തിക്കും. 10 വർഷം പറയും ദൈവം പ്രവർത്തിക്കും. 10 വർഷം കഴിയുമ്പോൾ ആദ്യം പറഞ്ഞു നിർത്തും, ദൈവം പ്രവർത്തിക്കും നിൽക്കും. ഇതുപോലെ അബ്രഹാമിനോട് ദൈവം പ്രവർത്തിക്കും എന്ന് പറഞ്ഞവരെല്ലാം നിർത്തി എന്ന് പറഞ്ഞാൽ അവർക്ക് തോന്നി ഇനിയും ദൈവവും പ്രവർത്തിക്കില്ല. അബ്രഹാമിനും തോന്നി ഇനിയില്ല. ഇന്ന് രാത്രി ഞാൻ പറയാം, നിന്നോട് പറഞ്ഞ ദൈവവാഗ്ദത്തം നിവർത്തിക്കാൻ നീ പോലും വിശ്വസിക്കണമെന്നില്ല. കാരണം നിന്നോട് വാക്കു പറഞ്ഞവൻ ആ വാക്ക് മാറാൻ കഴിയില്ല. ആരും പറയാതെ വന്നപ്പോൾ ദൈവം പ്രവർത്തിച്ചു. ഇസഹാക്കുണ്ടായി. 3, യാക്കോബ് തൻ്റെ മകൻ യോസഫിനെ കാണുമെന്ന് ചിന്തിച്ചില്ല. കട്ട് ഷോട്ട് ചെയ്ത് പറയാം. യാക്കോബ് പറഞ്ഞു യോസഫിനെ വിട്ടു. സഹോദരന്മാർ ഒരാടിനെ കൊന്ന് അവൻ്റെ അങ്കി രക്തം മുക്കി അപ്പന് കൊടുത്തു വിട്ടു. ഗോത്രപിതാവായ യാക്കോബ് ഈ അങ്കി കാണുമ്പോഴൊക്കെ കരയും. അവിടെ എഴുതിയിരിക്കുന്നവൻ കരഞ്ഞുകൊണ്ടിരുന്നു. എത്ര നാൾ കരഞ്ഞെന്നറിയാമോ? 22 വർഷം കരഞ്ഞു. 17-ാമത്തെ വയസ്സിലാണ് യോസഫ് വീട്ടിൽ നിന്ന് പോകുന്നത്. 30-ാമത്തെ വയസ്സിലാണ് ക്ഷാമം ഉണ്ടാകുന്നത്. 7 വർഷം കഴിഞ്ഞാണ് നല്ല ക്ഷാമം ഇല്ലാത്ത സമയം. അന്നവർ വന്നില്ല.
പിന്നെ 2 വർഷം കൂടെ കഴിഞ്ഞാണ് അവർ വന്നത് ക്ഷാമകാലത്ത്. അപ്പം 13, 7, 20, 20, 2, 22, 22 വർഷം ജീവിച്ചിരിക്കുന്ന മകനെ ഓർത്ത് അബ്രഹാം കരഞ്ഞുകൊണ്ടേയിരുന്നു. എന്നെ നോക്കൂ, ഒരു തവണ ദൈവം തമ്പുരാന് വന്നിട്ട് മോനെ കരയൊന്നും വേണ്ട, നിന്റെ മോൻ ജീവനോടുണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ മനുഷ്യൻ കരയുമായിരുന്നോ പാസ്റ്ററെ? പറഞ്ഞോ? ഉറക്കെ പറ, പറഞ്ഞോ? ഇല്ല. 46 അധ്യായത്തിൽ മിസ്രൈമിലേക്ക് പോകാൻ റെഡിയായി വൻപം പറഞ്ഞു പോകുന്നതിന് കുഴപ്പമില്ല, പൊക്കോടാന്ന്. അതുവരെ ദൈവം നിശബ്ദനായിരുന്നു, മിണ്ടിയില്ല. ചിലപ്പോൾ ദൈവം നിശബ്ദനായിരിക്കും, പക്ഷേ നിനക്ക് വേണ്ടി അവൻ പ്രവർത്തിക്കാതിരിക്കുന്നില്ല. നിശബ്ദനായിരിക്കുമ്പോഴും അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്താ ദൈവം തമ്പുരാൻ പറയാഞ്ഞേ? കാരണം യോസഫ് എവിടെങ്കിലും ജീവനോടുണ്ടെന്ന് യാക്കോബിന് അറിവ് കിട്ടിയാൽ അവരെവിടെ ഉണ്ടെങ്കിലും അഭ്യാസികളുമായി ചെന്ന് പിടിച്ചോണ്ട് വരും. ഇത് ദൈവത്തിനറിയാം. യോസഫിനെ ദൈവം അവിടുന്ന് പിടിച്ചിറക്കിയത് അതുപോലെ കൊണ്ട് കയറ്റാനല്ല, സിംഹാസനത്തിക്കാനാണ്. 22 വർഷം കരഞ്ഞു. അവസാനം ആ മനുഷ്യൻ പറഞ്ഞു, യോസഫിൻ്റെ കൂടെയില്ല, ബെന്യാമീനെ നിങ്ങൾ കൊണ്ടുപോകുന്നു, നിങ്ങൾ എന്നെ മക്കളില്ലാത്തവനാക്കുന്നു. ഒരു പ്രതീക്ഷയുമില്ലായിരുന്നു യോസഫിനെ കാണാമെന്ന്. അതാണ് യോസഫ് ജീവിച്ചെന്ന് കേട്ടപ്പോൾ അവൻ ഞെട്ടിയാദ്യം. അവന് വിശ്വസിച്ചില്ല, ഒരു പ്രതീക്ഷയില്ലായിരുന്നു. അയാൾ കൂടെ കൂടെ പറഞ്ഞ എൻ്റെ തലമുറയുടെ നന്മ ഞാൻ കാണില്ല. 4 ഉൽപ്പത്തി പുസ്തകം 48 അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ നോക്കിയാൽ യോസഫിൻ്റെ മക്കളെ യാക്കോബ് അനുഗ്രഹിക്കുന്നൊരു രംഗമുണ്ട്. അത് വായിക്കുമ്പോൾ ഞാൻ കരയും. എൻ്റെ മുഖത്തോട്ട് നോക്കിയേ, അത് വായിക്കുമ്പോൾ ഞാൻ കരയും. എന്താ യാക്കോബ് പറഞ്ഞെന്നറിയാമോ? മകനെ യോസഫേ, മകനെ യോസഫേ, നിന്നെ കാണാവുന്ന പോലെ ഞാൻ ചിന്തിച്ചില്ല. നിന്റെ മക്കളെയും കാണാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു, നിന്റെ തലമുറയും കാണാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ഡിസ്ട്രിക്ട് കൺവെൻഷൻ്റെ അവസാന രാത്രി യോഗത്തിൽ ഗ്രൗണ്ടിൽ വന്ന ചിലരോട് പരിശുദ്ധാത്മാവ് ഞാൻ പറയുന്നു, നിന്റെ തലമുറയുടെ നന്മ പോലും നിന്നെ കാണിക്കത്തില്ലെന്ന് ദുഷ്ടപിശാച് പറയുന്നെങ്കിൽ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ രാത്രി ഞാൻ നിന്നോട് പറയുന്നു, നിന്റെ തലമുറയുടെ നന്മ കാണാൻ ദൈവം നിനക്ക് കൃപ തരും. ശക്തിയോടെ കരങ്ങളടിച്ചോ, അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചോ, എല്ലാത്തരവും തെളിക്കട്ടെ, വാ തുറന്നാട്ട് അന്യഭാഷ ദൈവത്തെ സ്തുതിക്ക്. ശക്തിയോടെ ദൈവദാസന്മാരെ ദൈവത്തെ ആരാധിച്ചോണ്ട് പറ, എൻ്റെ സന്താനത്തിൻ്റെ നന്മ പോലും എന്നെ കാണിക്കത്തില്ലെന്ന് ദുഷ്ടപിശാച് പറയുന്നെങ്കിൽ എൻ്റെ തലമുറയുടെ നന്മ കാണാൻ ദൈവം എനിക്ക് ഭാഗ്യം തരും. വിശ്വാസത്തോടെ വാ തുറന്ന് നീ ഏറ്റുപറ, അത് നിവർത്തിക്കപ്പെടുന്നതിൽ ശക്തിയോടെ കരമടിച്ച് എല്ലാവരും അല്പസമയം ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ. ഞാനിപ്പോൾ പല വേദിയിലും പറയുന്നുണ്ട്, അത് പറയാതിരിക്കാൻ ഒക്കത്തില്ല. എനിക്കത് പറഞ്ഞേ ഒക്കത്തുള്ളൂ. 2021 ജനുവരി മാസം 24-ാം തീയതി, 21 ജനുവരി മാസം 24-ാം തീയതി എൻ്റെ ഹൃദയസ്പന്ദനം നിലച്ചെന്ന് അതിവിദഗ്ധ ഡോക്ടേഴ്സ് ചിന്തിച്ചതാണ്. 1.5 മണിക്കൂർ ഞാൻ പ്രസംഗിച്ച്, ഞാൻ തന്നെ കാർ ഡ്രൈവ് ചെയ്ത് എൻ്റെ ഹോളിൽ പ്രസംഗിച്ച് എൻ്റെ വീട്ടിലേക്ക് തലേ ദിവസം 4 രാജ്യങ്ങളിൽ കൊറോണ കാലമാണ് ഞാൻ പ്രസംഗിച്ചതാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാണ്. പക്ഷേ ഒരു ചെറിയ തൊണ്ടവേദന വന്നതല്ല, അല്ലാതെ ഹാർട്ട് അറ്റാക്ക് ചങ്കുവേദനയൊന്നും വന്നതല്ല. പക്ഷേ എന്നെ എടുത്ത് പൊക്കി തടഞ്ഞു വീണ് കൊണ്ടുപോയി. ഇപ്പോൾ അവർ പറഞ്ഞു ഒരു രക്ഷയില്ല, ഇഞ്ചക്ഷൻ കയറ്റണം, മറ്റൊക്കെ കഴിഞ്ഞു പോയി. ഈ ഇവിടെല്ലാം വൈദ്യശാസ്ത്രം ഇതുള്ളവരായിരിക്കുന്നത്. ഈ നരമ്പിലൂടെ ഹാർട്ടിലേക്കുള്ള ഞരമ്പിലേക്ക് 2 കൈക്കൂടെ ഇഞ്ചക്ഷൻ കയറ്റണം. ഈ ഇഞ്ചക്ഷൻ കയറ്റുന്ന 48,000 രൂപയുടെയാണ്. ഇത് കയറ്റുന്നുണ്ടെങ്കിൽ ബ്ലോക്ക് ഇനിയും ഉണ്ടാകാം, ഇല്ലേ? ഇനിയും ചിലപ്പോൾ അറ്റാക്ക് ഉണ്ടാകാം. അങ്ങനെ ഈ അറ്റാക്ക് വന്ന ഒരു മൂക്കിലൂടെ ഒക്കെ രക്തം വരുന്ന കണ്ടിട്ടില്ലേ? ഒന്നീ അറ്റാക്ക് ഉണ്ടാകാം, അല്ലെ അടുത്ത ബ്ലീഡിങ് ഉണ്ടാകാം. അതുപോലെ ഒരു കുഴപ്പമില്ലെന്നും കൊണ്ട് കൊണ്ടുപോയതാ. എല്ലാവരും നിന്ന് കരയാൻ തുടങ്ങി. ഡോക്ടർമാർ വിചാരിച്ച് തീർന്നെന്ന്. വൈദ്യശാസ്ത്രം അടുത്ത ആംബുലൻസിലേക്ക് എന്നെ കയറ്റുമ്പോഴും എനിക്ക് പ്രതീക്ഷയൊന്നും പോയില്ല. പഠിച്ചാലും ജയിച്ചാലും കർത്താവിന് വേണ്ടി. 2 ആഴ്ച കഴിഞ്ഞാൽ എൻ്റെ മോടെ കല്യാണമാണ്. 2 ആഴ്ച കഴിഞ്ഞ് വൈദ്യശാസ്ത്രം പറഞ്ഞ് തീർന്നെന്ന്. പിശാച് വിചാരിച്ച് ഇടപാട് തീർന്നെന്ന്. ഇനി അവൻ്റെ ശബ്ദം കേൾക്കണ്ടെന്ന്. എന്നാൽ ഇന്ന് രാത്രി പറ, ഇന്നത്തെ ദിവസം എത്ര? ഡിസംബർ മാസം പറ പാസ്റ്ററേ, 27
7. ഞാൻ പറയാം, എൻ്റെ ശബ്ദം നിലച്ചെന്ന് സാത്താൻ ചിന്തിച്ചപ്പോൾ തമ്പുരാൻ തൻ്റെ പ്രോഗ്രാം ഡയറിയിൽ എഴുതി വെച്ചു, 2025 ഡിസംബർ മാസം 27-ാം തീയതി പത്തനാപുരം ഡിസ്ട്രിക്ട് കൺവെൻഷനിൽ ബീമോനച്ച നീ പ്രസംഗിക്കണം. അങ്ങനെ എത്ര പ്രോഗ്രാം. കർത്താവിനദാസനോട് ചോദിക്കേ, UK-യിൽ, ഓസ്ട്രേലിയയിൽ, കുവൈറ്റിൽ, എത്ര രാജ്യങ്ങളിൽ, ഇതിനോടകം എത്ര രാജ്യങ്ങൾ, എൻ്റെ 10ഓളം രാജ്യങ്ങൾ ഇടതടവില്ലാതെ. നാളെ രാത്രി ഈരാറ്റുപേട്ടയെ പ്രസംഗിക്കേണ്ടത്. ഒരു ദിവസം റെസ്റ്റില്ല. ഓടിക്കുക. ഒന്നുകൂടെ ഞാൻ പറയാം, നിന്നെക്കുറിച്ചുള്ള പിശാചിൻ്റെ പദ്ധതികൾ പരാജയപ്പെടും, ദൈവത്തിൻ്റെ പദ്ധതി വിജയിക്കും. കൈയൊന്ന് ഉയർത്തിപ്പിടി, വാ തുറന്ന് പറ, ദുഷ്ട പിശാചേ, എന്നെക്കുറിച്ചുള്ള, എൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള, എൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള നിന്റെ പദ്ധതികൾ പരാജയപ്പെടും, എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതി വിജയിക്കും. കരമടിച്ച് ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ട് പറ, നിന്റെ പദ്ധതികൾ പരാജയപ്പെടും. ശക്തിയോട് പറ, എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതി വിജയിക്കും. യോസഫ് മന്ത്രിയാകുമെന്ന് സഹോദരന്മാർ ചിന്തിച്ചില്ല. യോസഫിനെ അവൻ്റെ സഹോദരന്മാർ പകച്ചു, ദോഷിച്ചു, അധികം ദോഷിച്ചു. അസൂയ തോന്നി, സമാധാനമായി സംസാരിപ്പാൻ കഴിഞ്ഞില്ല. ഒറ്റ കാരണം, അവൻ ദർശനം കണ്ടു. യോസഫിൻ്റെ കുറ്റം എന്താ? 1, അവൻ്റെ അപ്പൻ അവനെ സ്നേഹിച്ചു. 2, അപ്പൻ അവന് നിലയങ്കി ഉണ്ടാക്കി കൊടുത്തു. 3, അപ്പൻ്റെ ദുസ്കൃതി വന്ന് സഹോദരന്മാരോട് പറഞ്ഞു. 4, അവൻ സ്വപ്നം കണ്ടു. ഇത് 3 കാര്യം അവൻ്റെ കുഴപ്പമല്ല. അപ്പൻ സ്നേഹിച്ച അവൻ്റെ കുഴപ്പമാണോ? അപ്പൻ നിലയങ്കി കൊണ്ടാക്കി കൊടുത്ത അവൻ്റെ കുഴപ്പമാണോ? സ്വപ്നം കണ്ട അവൻ്റെ കുഴപ്പമാണോ? പിന്നെ ഒരു കുഴപ്പമുണ്ട്, സഹോദരന്മാരുടെ ചെയ്തികൾ, ദോഷപ്രവൃത്തികളെ അവൻ വന്ന് പറഞ്ഞു. ഇതൊരു കുറ്റമാണ്, അതവൻ കുറ്റം ചെയ്തു. അതുകൊണ്ട് എന്താ ചേച്ചേ, അവൻ കണ്ട സ്വപ്നം അവൻ്റെ സഹോദരന്മാരോട് പറഞ്ഞപ്പം ദലേബേഷ് പറഞ്ഞില്ല, കൈയടിച്ചില്ല, പ്രോത്സാഹിപ്പിച്ചില്ല. അവനെ പകച്ചു, ദോഷിച്ചു, അധികം പകച്ചു, അസൂയ തോന്നി, സമാധാനമായി സംസാരിപ്പാൻ കഴിഞ്ഞില്ല. ചെറുപ്പക്കാരെ, കുഞ്ഞുങ്ങളെ, ദൈവദാസന്മാരെ, നീ ആദ്യം ഒരു പ്രസംഗം നടത്തുമ്പോൾ, നീ ഒരു പാട്ടെഴുതുമ്പോൾ, നീ ഒരു പാട്ട് പാടുമ്പോൾ എല്ലാവരും ബലേപേക്ഷ പറഞ്ഞ് ചിന്തിക്കരുത്. ഒരു ലേഖനം എഴുതുമ്പോൾ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യും ചിന്തിക്കരുത്. പകയ്ക്കും, അധികം പകയ്ക്കും, ദോഷിപ്പിക്കും. നീ ദർശനം കണ്ടാൽ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യും ചിന്തിക്കരുത്. എല്ലാവരും പകയ്ക്കും. പക്ഷേ ദർശനം കാണുന്ന നിർത്തരുത്. സ്തോത്രം കേട്ടില്ല? സ്വപ്നം കാണുന്ന നിർത്തരുത്. ദർശനം കണ്ടുകൊണ്ടിരിക്കുക, സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക. യോസഫിന്റെ ദർശനം അവനെ പൊട്ടക്കിണറ്റിലിട്ടു, അവനെ കാരാഗ്രഹത്തിൽ, അവനെ കുറ്റവാളിയാക്കി. എന്നാൽ അത് ദർശനം അവനെ ഉയർത്തി. എല്ലാവരും പ്രോത്സാഹിപ്പിക്കും, ചിന്തിക്കരുത്. ആരും പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിൽ നീ പാട്ട് എഴുതിക്കൊണ്ടിരിക്കുക, നീ പാട്ട് പാടിക്കൊണ്ടിരിക്കുക, നീ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. നീ ദർശനം കണ്ടുകൊണ്ടിരിക്കുക. യോസഫിനെ തൻ്റെ സഹോദരന്മാർ പകച്ചു. അവരുടെ അരികിലേക്ക് അവൻ ചെന്നപ്പോൾ അവരോട് ചെയ്തത്, അവനെ അവർ പിടിച്ച് കൊല്ലാൻ ശ്രമിച്ചു. ഉടനെ ഒരിടപെടൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ട്. എന്താണ് ഇടപെടൽ? ആരാണ് ഇടപെട്ടത്? രൂബേൻ. അവൻ പറഞ്ഞു, നമുക്ക് കൊല്ലണ്ട, നമുക്ക് നമ്മുടെ സഹോദരനെ കൊല്ലണ്ട, രക്തപ്പഴ ഒഴിവാക്കാം, ആ പൊട്ടക്കിണറ്റിൽ അവനെ ഇടാം. അപ്പോൾ രൂബേനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, സഹോദരന്മാർ കാണാതെ ഇവനെ വീട്ടിൽ കൊണ്ടാക്കാം. പൊട്ടക്കിണറ്റിലിട്ടു. പൊട്ടക്കിണറ്റിലിട്ടത് സംഘാസലെത്തിക്കാനല്ലെന്നേ. സഹോദരന്മാർ പൊട്ടക്കിണറ്റിലിട്ടത് അവിടെ കിടന്ന് ചാകട്ടെന്ന് വിചാരിച്ച. കുറേ ദിവസം മുമ്പ് ഞാൻ ഒരിടത്ത് പ്രസംഗിച്ചം പറഞ്ഞു, നിന്റെ ദർശനമില്ലാതാക്കാൻ ദുഷ്ടപിശാചരിക്കുന്ന പൊട്ടക്കിണർ നിന്റെ ദർശന സമാപ്തിയുടെ 1ാമത്തെ വാതിലാക്കി ദൈവം മാറ്റും. സ്തോത്രം കേട്ടില്ല? ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചേ. നിന്റെ തലമുറയുടെ, നിന്റെ ദർശനമില്ലാതാക്കാൻ പിശാചൊരുക്കുന്ന പൊട്ടക്കിണറുകൾ ദർശന സമാപ്തിയുടെ 1ാമത്തെ വാതിലാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും. ഒന്നുകൂടെ പറയാം, നിനക്കെതിരായി പിശാച് ചെയ്യുന്നത് പോലും നിന്റെ നന്മയാക്കി എൻ്റെ ദൈവം പരിവർത്തനം ചെയ്യും. ശക്തിയോടെ കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ട്. ദൈവത്തിന് ദാസ, നിനക്കെതിരായി, ദൈവവൈതലേ, നിനക്കെതിരായി പിശാച് ചെയ്യുന്നത് പോലും നന്മയാക്കി പരിവർത്തനം ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. രൂപേൻ പൊട്ടക്കണലിട്ടത് സഹോദരന്മാർ കാണാതെ പിടിച്ചോണ്ട് പോകാനാ. പക്ഷെ മിഥ്യാന കച്ചവടക്കാർ വന്നപ്പോൾ രൂപേൻ എവിടെ പോയി? പറ, എവിടെ പോയി? എവിടെ പോയി? കാട്ടിലെവിടെ പോകാനാ? ദൈവം മാറ്റി. ദൈവം മാറ്റി. കാണൻ രൂപേനെ, നീ യോസഫിനെ സഹായിച്ചാൽ വീണ്ടും പിടിച്ച് അപ്പൻ്റെ അടുക്ക കൊണ്ടുചെല്ലും. എന്നാൽ എൻ്റെ ദൈവം അവനെ വിളിച്ചിറക്കിയത്
തിരിച്ചവിടെ കൊണ്ട് കയറ്റാനല്ല, സിംഹാസനത്തിക്കാനാ. എനിക്ക് തോന്നുന്നു ചർച്ച് ഓഫ് ഗോഡിൻ്റെ ജനറൽ കൺവെൻഷനാന്ന് തോന്നുന്നു, ഏതോ ഒരു വിഷയം പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, യോസപ്പേ, നിന്നെ സിംഹാസനത്തിക്കാൻ ദൈവം പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് ചേട്ടൻ്റെ ഒത്താശയൊന്നും വേണ്ട, അനുജൻ്റെ ഒത്താശ വേണ്ട. ഇന്ന് രാത്രി ഞാൻ പറയാം, നിന്നെ ഉയർത്താൻ ദൈവം പ്ലാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ആരുടെ ഒത്താശയില്ലാതെ നീ എത്തേണ്ടിടത്ത് എത്തിയിരിക്കും. ദൈവം നിൻ്റെ തലമുറ എത്തിക്കേണ്ടത് എത്തിച്ചിരിക്കും. മക്കളെ, എന്ന് കൈയടിച്ച് ശക്തിയോടെ ദൈവത്തെ ആരാധിക്ക്. സ്വതന്ത്രം. യോസഫിന്റെ രൂപം മാറിയ നന്നായെന്നേ, ദൈവം മാറ്റിയതാ. ദൈവം മാറ്റി. നിന്നോട് കൃത്യമായൊരു ദൂതി ഞാൻ പറയട്ടെ. നിന്റെ മോനെ ഗൾഫിൽ കൊണ്ടുപോകാന്ന് വാക്ക് തന്നവര്, പേർഷ്യയെ കൊണ്ടുപോകാന്ന് പറഞ്ഞവര്, നിന്റെ മോടെ കല്യാണത്തിന് സഹായിക്കാമെന്ന് പറഞ്ഞവര്, അല്ലെങ്കിൽ ഭൗതിക കടഭാരത്തിൽ ഒരു സഹായിക്കാമെന്ന് പറഞ്ഞവർ തക്ക സമയത്ത് കാലുമാറിയെങ്കിൽ ഭാരപ്പെടരുത്. ദൈവം അവരെ മാറ്റിയതാ. ഇവരാരുമല്ല നിന്നെ ഉയർത്തിയത്, ഇവരാരുമല്ല നിന്നെ സഹായിച്ചത്. നിന്റെ ദൈവം നിന്നെ ഉയർത്തി, നിന്റെ ദൈവം നിന്നെ തലമുറ ഉയർത്തിയെന്ന് വരണം. എല്ലാവരും ശക്തിയോടെ കർത്താവിനെ ആരാധിച്ചാണ്. സ്തോത്രം. യോസഫ് ഉയരില്ലെന്ന് അവർ ചിന്തിച്ചു. ദൈവം യോസഫിനെ ഉയർത്തി. യോസഫ്, എ beloved son, a slave, a prime minister. അവൻ അപ്പൻ്റെ ഇഷ്ടപുത്രൻ, അടിമച്ചെറുക്കൻ, പ്രധാനമന്ത്രി. യോസഫിന് അപ്പനൊരു അങ്കി കൊടുത്തു, അത് സഹോദരന്മാർ ഊരി മാറ്റി. പൊത്തിപ്പേർ ഒരു അങ്കി കൊടുത്തു, പൊത്തിപ്പേരുടെ ഭാര്യ അവർ ഊരിയെടുത്തു. എന്നിട്ട് ജയിൽ വസ്ത്രം ധരിപ്പിച്ചു. അവൻ ജയിലിൽ കിടക്കുമ്പോൾ ദൈവത്തിൻ്റെ സമയമായപ്പോൾ ഫറവോൻ ആളയച്ചു. ആ അങ്കി ഊരി മാറ്റി അവനെ രാജവസ്ത്രം ധരിപ്പിച്ചു. ഇതുവരെ ഇട്ട വസ്ത്രങ്ങൾ നിനക്കൂരാം, എന്നാൽ ഫറവോനിട്ട വസ്ത്രം ഊരാൻ നിനക്ക് തൻ്റെ ഇടമുണ്ടോ? ഇന്ന് രാത്രിയിൽ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പറയാം, മനുഷ്യൻ തന്നതൊക്കെ അവർ തിരിച്ചെടുത്തെന്ന് വരും. ദൈവം നിനക്ക് തരുന്നതിനെ തൊടുവാൻ ദുഷ്ടപിശാചിന് കഴിയില്ല. എല്ലാവരും ഒന്നുകൂടെ ശക്തിയോടെ സ്തോത്രം പറഞ്ഞു. ഇതിനകത്ത് ഒരു ദൂതുകൂടെ പരിശോധിക്കാൻ 2 കാര്യം കൂടെ പറഞ്ഞ് നിർത്താം. കൃത്യസമയം നിർത്തും. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. എല്ലാവരും കരമടിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചാണ് യേശുവിൻ്റെ നാമത്തിൽ. നിങ്ങൾ ക്ലോക്കെ നോക്കി ഇരിക്കണ്ട, ഞാൻ അതൊക്കെ നിർത്തിക്കോളാം. ശക്തിയോടെ. ഓ ഷമ റഗനിയ ഹതുന ഉടമോ റഗുനിയ ഹതുന റമനോ ഹതുനിയ. ഞാൻ ഇവിടെ നിൽക്കുന്നത് പരിശുദ്ധാത്മ നിറവിലാണ്. ഓരോ വാക്കും ആത്മനിറവിൽ ഞാൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. യോസഫിൻ്റെ മക്കളെ അനുഗ്രഹിക്കാൻ ഞാൻ വിട്ടുപോകുന്നൊക്കെ ദൈവാത്മാവ് ഇങ്ങനെ ഓർപ്പിച്ചുകൊണ്ടിരിക്കുക. മക്കളെ കൊണ്ടുവന്ന് അനുഗ്രഹിക്കാനായി യാക്കോബിൻ്റെ മുമ്പിലോട്ട് നിർത്തി. യാക്കോബിൻ്റെ മുമ്പിൽ മൂത്തവനെ പിടിച്ച് വലങ്കൈക്ക് നേരെയും ഇളയവനെ പിടിച്ച് ഇടങ്കൈക്ക് നേരെ നിർത്തിയിട്ട് അനുഗ്രഹിക്കപ്പ എന്ന് പറഞ്ഞു. പക്ഷെ ആകത്താത്മാവുള്ള അപ്പൻ കൈ പിണച്ചു വെച്ചു. കൈ പിണച്ചു വെച്ചപ്പം യോസഫ് വന്ന് കൈക്ക് കയറി പിടിച്ചു. അങ്ങനല്ലപ്പാ. കൈ പിഴച്ചു വെക്കാൻ നോക്കിയപ്പോൾ പുറം കണ്ണു മങ്ങിയെങ്കിലും അകം കണ്ണ് തുറന്നവൻ പറഞ്ഞു, മോനെ എനിക്കറിയാവടാ, ഇവനും ഒരു ജാതിയാകും, പക്ഷെ ഇവൻ അവനേക്കാൾ വലുതാകും. നിന്നോട് കർത്താവ് പറയുന്നത്, നിന്റെ തലമേൽ വരേണ്ട അനുഗ്രഹം, നിന്റെ സന്താനത്തിന്മേൽ വരേണ്ട അനുഗ്രഹം ആര് പിടിച്ചു മാറ്റിയാലും നോക്കിയാലും ദൈവം അനുവദിക്കില്ല. ശക്തിയോട് ദൈവത്തെ ആരാധിച്ചാട്, കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്. എല്ലാവരും ദൈവത്തെ ആരാധിച്ചാണ്. യോസഫ് മന്ത്രിയാകും ചിന്തിച്ചില്ലവൻ മന്ത്രിയായി. പിന്നെ പ്രിയ ദൈവമക്കളെ, ചെറുപ്പക്കാരോട് ഞാനൊരു കാര്യം പറയാം. യോസഫിന്റെ കാലത്ത് നോ ചർച്ച്, നോ ബൈബിൾ, നോ പാസ്റ്റർ, നോ കമ്മിറ്റി, നോ വർഷിപ്പ്. യോസഫിൻ്റെ കുറ്റം കണ്ടുപിടിക്കാൻ കമ്മിറ്റിക്കാരില്ലായിരുന്നു, വിസ്തരിക്കാനും മുടക്കാനും ആരുമില്ലായിരുന്നു. എന്ത് വേണേലും ചെയ്യാമായിരുന്നു. പക്ഷെ യോസഫ് പാപം ചെയ്തില്ല. കാരണം അവൻ ദൈവത്തെ ഭയപ്പെട്ടു. മനുഷ്യശങ്കയുമുണ്ട്, ദൈവഭയവുമുണ്ട്. പലതും ചെയ്യാതിരിക്കുന്ന മനുഷ്യശങ്കയില. പക്ഷെ നിനക്ക് ദൈവഭയമുണ്ടോ? ആരും എന്നെ കാണാത്തപ്പോഴും കാണുന്നൊരു ദൈവമുണ്ട്. നമ്മുടെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണ്. ഇനിയും നന്മ കാണുമെന്ന് യോബ് ചിന്തിച്ചില്ല. യോബ് പറഞ്ഞു, ഞാൻ എൻ്റെ തൊക്കിങ്ങനെ ചെയ്ത ശേഷം ഞാൻ ദേഹസ്ഥനായ ദൈവത്തെ കാണും. ഇനി 7:6 വായിച്ചാൽ മതി. യോബ് മുഖം കുനിച്ചിരിക്കുകയാണ്.
എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് നാട്ട് കൈത്തണ്ടേ മുഖം താങ്ങിയിരിക്കുകയാണ്. യോബിനോട് 8:20 പറഞ്ഞു, യോബേ, ഇനിയും ഞാൻ നിൻ്റെ വായിൽ ചിരിയും, ഇനിയും നിൻ്റെ വായിൽ ആർപ്പും ഞാൻ തരും. ഇനിയും ചിരിക്കില്ലെന്നും ഇനിയും സന്തോഷിക്കത്തില്ലെന്നും യോബ് ചിന്തിച്ചപ്പോൾ തമ്പുരാൻ പറഞ്ഞു, ഇനിയും ഞാൻ നിൻ്റെ വായിൽ ചിരി തരും. ദൂരെയൊക്കെ കേൾക്കുന്നവരോട് പറയും, നീ ഇനിയും ചിരിക്കില്ലെന്നും നീ ഇനി സന്തോഷിക്കില്ലെന്നും നീ ഇനി ആർപ്പിടില്ലെന്നും ദുഷ്ടപിശാച് പറയുന്നെങ്കിൽ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ പറയുന്നു, ഇനിയും ദൈവം നിൻ്റെ വായിൽ ചിരി തരും, ഇനിയും നിൻ്റെ വായിൽ ദൈവം ആർപ്പ് തരും. എത്ര പേർക്ക് കരമാട്ടി സ്തോത്രം പറയാൻ കഴിയും? ഇനിയും അവൻ ആർപ്പ് തരും, ഇനി അവൻ ചിരി തരും. ഇങ്ങനെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ജനിക്കാതിരിപ്പാൻ അവൻ നോക്കി, അവൻ വളരാതിരിപ്പാൻ അവൻ നോക്കി, അവൻ മരിക്കാതിരിപ്പാൻ നോക്കി, അവൻ ഉയർക്കാതിരിപ്പാൻ നോക്കി. എന്നാൽ അവൻ്റെ പദ്ധതിയെ തകർത്തുകൊണ്ട് കർത്താവ് ഇവിടെ ജനിച്ചു, കർത്താവ് ഇവിടെ വളർന്നു, കർത്താവ് ഇവിടെ മരിച്ചു, കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ഇനിയും നമ്മുടെ കർത്താവ് മടങ്ങി വരും. നിങ്ങൾക്ക് സന്തോഷമില്ലല്ലോ? ശക്തിയുടെ സ്തോത്രം പറയാം. യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം സാധ്യങ്ങളായ കാര്യമാണ്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന് തല തകർക്കും. ഒന്നാമത്തെ ദൈവവാഗ്ദത്തം, പിശാച് മൂത്തവനിൽ കയറി ഇളയവനെ കൊന്നു. ദൈവം അപ്പുറത്തൊരു ഷേത്തിനെ കൊണ്ടുവന്നു. നോഹയുടെ കാലത്ത് സകല എണ്ണവും പാപം ചെയ്തു. അവിടെ ദൈവം ലോത്തിനെ വേർതിരിച്ചു. അബ്രഹാമിന് ദൈവം നാളുകൾ കഴിഞ്ഞൊരു കുഞ്ഞിനെ കൊടുത്തു, വാഗ്ദത്ത സന്തതി. ഒരു വെല്ലുവിളിയുടെ അവനെ ഇല്ലാതാക്കാൻ നോക്കി. അവിടെ ദൈവം നയം നൽകി. കാൽവറി കുരിശ് പിശാചിന്റെ പദ്ധതികളുടെ സമ്പൂർണ്ണ പരാജയവും ദൈവത്തിന്റെ പദ്ധതിയുടെ വിജയവും അത്രേ. വാഗ്ദത്ത സന്തതി ജനിക്കാതിരിക്കാൻ നോക്കി, വളരാതിരിപ്പാൻ നോക്കി, മരിക്കാതിരിപ്പാൻ നോക്കി, ഉയർക്കാതിരിപ്പാൻ നോക്കി. കൺക്ലൂഡ് ചെയ്ത് ഞാൻ പറയട്ടെ, നമ്മുടെ കർത്താവ് പിശാചിനെ തോൽപ്പിച്ചവനാണ്. പിശാച് തോറ്റവനാണ്, നമ്മുടെ കർത്താവ് ജയിച്ചവനാണ്. ആ കർത്താവിന്റെ നാമത്തിൽ ജയമുണ്ടെന്ന് വിശ്വസിക്കുന്നവർ കൈയാട്ടി ദൈവത്തെ സ്തുതിച്ചേ. രണ്ട് മൂന്ന് വാക്യം വായിച്ച് നിർത്താം. മത്തായി സുവിശേഷം 27-ാം അധ്യായം 62 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാട്ട്. ഒരുക്കനാളിന്റെ പിറ്റേ ദിവസം മഹാപുരോഹിതന്മാരും പരീശന്മാരും പീലാത്തോസിന്റെ അടുക്കൽ ചെന്നുകൂടി. യജമാനനെ, ആ ചതിയൻ ജീവനോടിരിക്കുമ്പോൾ 3 നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞ പ്രകാരം ഞങ്ങൾക്ക് ഓർമ്മ വന്നു. നമുക്ക് വായിക്കാൻ നേരമില്ല. അവർ വന്ന് പീലാത്തോസ് പറഞ്ഞു, ആ ചതിയൻ ജീവനോടിരിക്കുമ്പോൾ അവൻ ഉയർക്കുമെന്ന് പറഞ്ഞു. അവർ ഇവനെ വിളിച്ചത് സാറേന്നാ, യജമാനനെ എന്ന് വിളിച്ചു. ആരെ? പീലാത്തോസിനെ സാറേന്ന് വിളിച്ചു, യേശുവിനെ ചതിയെന്ന് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, അവൻ ഉയർക്കുമെന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ ഓർമ്മ വന്നു, അവൻ ഉയർക്കാൻ പാടില്ല. അപ്പം പീലാത്തോസ് പറഞ്ഞു, ഞാൻ കാവൽക്കൂട്ടം തരാം, പോയി നിങ്ങളാൽ ആവോളം കല്ലറ ഉറപ്പാക്കുക. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ കല്ലറയുടെ മുമ്പിൽ വലിയൊരു കല്ലുരുട്ടി വെച്ചു. റോമാകം ഇമ്പീരിയൽ മുദ്രയിൽ വെച്ചു. പേടിത്തണ്ടന്മാരായ അവർ തൊടത്തില്ല, തൊട്ടാ മരണശിക്ഷയാണ്. ഞാൻ ആ തോട്ടത്തിൽ പോയിട്ടുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ കല്ലറ ഞാൻ കണ്ടിട്ടുണ്ട്, അവിടെ നിന്നിട്ടുണ്ട്. അതിൻ്റെ മുമ്പിൽ ഞാൻ കർത്തൃമേശ നടത്തിയിട്ടുണ്ട്. അങ്ങനെ പോയവരൊക്കെ ഇവിടെ കാണും. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തി നമ്മുടെ കർത്താവിൻ്റെ കല്ലറയ്ക്ക് കാവൽ നിന്നു. പടയാളികൾ കാവൽ നിന്നു. റോമാഗമന്റെ ഇമ്പീരിയൽ മുദ്ര വെച്ചു, സീല് വെച്ചു. ദൃശ്യലോകത്ത് ഇങ്ങനെ നടക്കുമ്പോൾ അദൃശ്യലോകത്തെ പിശാചും അവൻ്റെ 1000 ദൂതന്മാരും ആ രാത്രിയെ കല്ലറയ്ക്ക് കാവലായിരുന്നു. അതോടൊപ്പം മരണവും പാതാളവും മരിച്ച കർത്താവിനെ ഉയർക്കാതിരിപ്പാൻ നോക്കി. എന്നാൽ നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ വായിക്കുന്നു, മരണം അവനെ പിടിച്ചു വെക്കുന്ന അസാധ്യമായിരുന്നു, അവൻ മരണത്തെ തകർത്തുയർത്തു. ഇന്ന് രാത്രി യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പറയാം, പിശാചു അവന്റെ സകല സേനകളും നിന്റെ നന്മകളെ ബന്ധിച്ചു മുദ്ര വെച്ചാലും ഒരൊറ്റ ആജ്ഞയാൽ അതിനെ അഴിക്കാൻ കഴിവുള്ളവൻ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഞാൻ അവിടെ വായിക്കുമ്പോൾ പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, നമ്മുടെ കർത്താവ് ഉയർക്കാതിരിപ്പാൻ എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം പിശാച് ചെയ്തു. ദൈവം തമ്പുരാൻ നോക്കിക്കൊണ്ടിരുന്നു. സ്തോത്രം. പക്ഷേ പിശാചിന്റെ പദ്ധതി പരാജയപ്പെട്ടു. ഇന്ന് രാത്രി ഒന്നുകൂടെ പറയാം, നിനക്ക് വിരോധമായി, നിന്റെ സഭയ്ക്ക് വിരോധമായി, നിന്റെ കുഞ്ഞുങ്ങൾക്ക് വിരോധമായി പിശാച് എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്തു കൊള്ളട്ടെ. എന്നാൽ ജയം പിശാചിനല്ല, ജയം യേശുവിനത്രേ. ഒന്നുകൂടെ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. സഭയ്ക്ക് വിരോധമായി പിശാച് ചെയ്യാവുന്നൊക്കെ ചെയ്തു കൊള്ളട്ടെ, എന്നാൽ ജയം പിശാചിനല്ല, ജയം സഭയ്ക്കത്രേ. കൈയടിച്ച് ദൈവത്തെ ആരാധിക്കാം.
യേശു ഉയർത്തു, അവൻ ജീവിക്കുന്നു. കർത്താവ് മടങ്ങി വരില്ലെന്ന് പിശാച് ചിന്തിക്കുന്നു. അവൻ മടങ്ങി വരാതിരിപ്പാൻ അവനെല്ലാം നോക്കുന്നു. കർത്താവിൻ്റെ മടങ്ങിവരവ് സംഭവിക്കില്ലെന്ന് വരുത്തി തീർക്കാൻ അവൻ ശ്രമിക്കുന്നു. പക്ഷേ ഇന്ന് രാത്രി ഞങ്ങൾ പത്തനാപുരംകാരോട് വിളിച്ചു പറയാം, പിശാച് എന്തെല്ലാം പദ്ധതി ഇറക്കിയിട്ടും കർത്താവിൻ്റെ മടങ്ങിവരവ് കാത്തിരിക്കുന്നവരുടെ എണ്ണം കുറയുകയല്ല, അവിടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. മരിച്ചവിടെ ഉയർപ്പ് സംഭവിക്കില്ലെന്ന് ലോകം വിശ്വസിക്കുന്നു. യോഹന്നാൻ 5:25 ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കും, കേൾക്കുന്നവർ ജീവിക്കും. യോഹന്നാൻ 5:28 ഇതെങ്കിൽ ആശ്ചര്യപ്പെടരുത്, കല്ലറ എല്ലാവരും ഇവിടെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യും. ന്യായവിധിയുണ്ട്, പുനരുത്ഥാനമുണ്ട്, പുതുവാനുഭൂമിയുണ്ട്, നിത്യതയുണ്ട്. യേശു മടങ്ങി വരും. സത്യം. കൈ ഉയർത്തി സ്തോത്രം പറഞ്ഞേ. ഹോശേയ 6:3 വായിച്ചിട്ട് പുസ്തകം അടക്കിക്കൊള്ളൂ. നമ്മൾ ദൈവത്തെ സ്തുതിച്ച് നിർത്താൻ പോവുകയാണ്. ഹോശേയ പ്രവചനം 6-ാം അധ്യായം 3-ാം വാക്യം. ഹോശേയ 6:3. നാം അറിഞ്ഞുകൊള്ളുക, യഹോവയെ അറിവാൻ നാം ഉത്സാഹിക്കാം. അവന്റെ ഉദയം എല്ലാവരും ഒന്ന് പറഞ്ഞേ, അവന്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത്. ഇന്ന് രാത്രി ഞങ്ങൾ പത്തനാപുരംകാരോട് മൈക്ക് അങ്ങോട്ട് വെച്ചിട്ടുണ്ടല്ലോ, വിളിച്ചു പറയട്ടെ, അവന്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത് എന്ന് പറഞ്ഞാൽ നാളെ സൂര്യൻ ഉദിക്കുമെന്നത് സത്യമാണെങ്കിൽ ഞങ്ങളുടെ കർത്താവ് മടങ്ങി വരും. സത്യം. അമേരിക്കൻ സെനറ്റ് കൂടി നാളെ സൂര്യൻ ഉദിക്കരുതെന്ന് പറഞ്ഞാലും നാളെ സൂര്യൻ ഉദിച്ചിരിക്കും. ഇന്ത്യൻ പാർലമെന്റ് കൂടി നാളെ സൂര്യൻ ഉദിക്കരുതെന്ന് പറഞ്ഞാലും നാളെ സൂര്യൻ ഉദിച്ചിരിക്കും. പിശാചേ, നീയും നിന്റെ സേനകളും എന്തെല്ലാം തന്ത്രമിറക്കിയാലും ഞങ്ങളുടെ കർത്താവ് മടങ്ങി വരും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരാ ഉയർക്കും, ജീവനോട് ശേഷിക്കുന്നവർ രൂപാന്തരം പ്രാപിക്കും. എനി ടൈം നമ്മൾ എടുക്കപ്പെടും. ഹാനോക്ക് ദൈവത്തോട് നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ട് കാണാതാകും കുറച്ച് പേര്. റെഡിയാണോ? ഇന്ന് കാഹളം ധ്വനിച്ചാൽ പോവോ? റെഡിയാണോ? കൈവിടപ്പെട്ടു പോകരുത്. പോകാൻ റെഡി ആയിക്കോണം. തമ്പുരാൻ നമ്മളെ വിളിച്ച മണ്ണാങ്കട്ടയ്ക്ക് വേണ്ടി അല്ലെന്നേ. ദൈവം നമ്മെ വിളിച്ച നിത്യതയ്ക്ക് വേണ്ടിയാണ്. ഞാൻ എവിടെ പ്രസംഗിച്ചാലും കൊണ്ടുവന്ന് അവിടെ മണ്ണെ പ്രതി മാണിക്യം വെടിയരുത്. നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുക. നമുക്കെല്ലാം എഴുന്നേറ്റ് നിൽക്കാം. എനിക്ക് സമയം പാലിക്കണം നിർബന്ധമുണ്ട്. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. യേശു വരാറായി. അസാധ്യങ്ങളെ സാധ്യമാക്കും. അവൻ നമ്മുടെ ദൈവമാണ്. ഒരു ശാസ്ത്രജ്ഞൻ്റെ അടുക്കൽ ചോദിച്ചു, മരിച്ചവരെങ്ങനെ ഇവർക്ക് വന്നു? അദ്ദേഹം ഒരു ഇരുമ്പ് അയിര് കൊണ്ടുവന്ന് ഇരുമ്പ് കഷ്ണം കൊണ്ടുവന്ന് അടിച്ച് പൊടിയാക്കി മണ്ണിൽ വിതറാൻ പറഞ്ഞു. എന്നിട്ടൊരു മാഗ്നറ്റിക് ദണ്ട് കൊണ്ടുവരാൻ പറഞ്ഞു, ഒരു കാന്തം കൊണ്ടുവരാൻ പറഞ്ഞു. കാന്തം ഇങ്ങനെ ഓടിച്ചപ്പോൾ മണ്ണിൽ മറയപ്പെട്ട ഇരുമ്പയിരുകൾ ഫും ഫും എന്ന് ചാടിപ്പിടിച്ചു, ഒന്നിച്ചു ചേർന്നു. അദ്ദേഹം ചോദിച്ചു, നിസാരമായൊരു കാന്തത്തിന് മണ്ണിൽ മറയപ്പെട്ട ഇരുമ്പയിരിനെ മേലോട്ട് ആകർഷിച്ച് പിടിപ്പാൻ കഴിയുമെങ്കിൽ സകലത്തെ എൻ്റെ വ്യാപാര ശക്തിയാൽ വഹിക്കുന്ന ദൈവത്തിന് കഴിയത്തില്ലയോ? സുഹൃത്തെ, നീ വിശ്വസിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി, നീ അംഗീകരിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി, ഈ സങ്ങൾ സ്വപ്നം കാണുന്ന സുന്ദര രാജ്യം സ്ഥാപിപ്പാൻ നമ്മുടെ കർത്താവ് മടങ്ങി വരും. കാഹളം ധ്വനിക്കും, മരിച്ച വിശുദ്ധർ ഉയർക്കും, ജീവനോട് ശേഷിക്കും, രൂപാന്തരം പ്രാപിക്കും. നമ്മൾ എടുക്കപ്പെടാൻ തയ്യാറാകണം. എല്ലാ കണ്ണും അടച്ചാട്ട്. ഓടിയതും അധ്വാനിച്ച മൃതാവാകരുത്. അടുത്ത സെക്കൻഡ് നമുക്കുള്ളതൊന്നുമല്ല. ഈ കൺവെൻഷൻ മെസ്സേജ് അവസാനിപ്പിക്കാമെന്നൊന്നും ഗ്യാരണ്ടി ഒന്നുമില്ല. ആന്ധ്രയിൽ ഒരു പാസ്റ്റർ കല്യാണം നടത്തിക്കൊണ്ടിരിക്കുക. ചെറുക്കനോട് ഉപയസമ്മതം പറഞ്ഞു. പെണ്ണിനോട് പറയാൻ തിരികെയും താഴെ വീണ് മരിച്ചു. ഒരു പെങ്കൊച്ച് ലൈവായി ഇതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുക. അടുത്ത വാചകം പറയുമ്പോൾ താഴെ വീണു. ഒരു കൂട്ടം പിള്ളേർ ഹോട്ടലിൽ പോയി ഫുഡ് ഓർഡർ ചെയ്തു. ഫുഡ് വന്നു. ആ ഓർഡർ ചെയ്യുന്ന മൂക്കുത്തി എത്രയേ ഉള്ളൂ. വീട്ടിൽ പോകുന്ന ഉറപ്പൊന്നുമില്ല. ഇന്ന് കാഹളം ധ്വനിച്ചാൽ പോവോ? കർത്താവിൻ്റെ വരവാണ് ഇന്ന് രാത്രി പോവോ? എന്നോട് കർത്താവ് പറഞ്ഞൊരു പദം കൊണ്ടൊന്ന് ആവർത്തിക്കുക. അതായത് യെശയ്യാ അവർ വീഞ്ഞു കുടിക്കട്ടെ, അവർ വിരുന്നൊടുക്കട്ടെ, നീയോ പരിചയ്ക്കെണ്ണ പൂശുക. ചിലരൊക്കെ അവിടെ ഇവിടെ നടന്ന് കടിപിടി കൂട്ടത്ത് പലതിനു വേണ്ടിയും. നീ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങണം. ഏത് നിമിഷവും കാഹളം ധ്വനിക്കും. പോകാൻ റെഡിയാകണം. കണ്ണടച്ചാട്ട് യേശുവേ നിന്ന് വിളിച്ചാട്ട്. എല്ലാ ഗ്രൗണ്ടിലുള്ള എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ചാട്ട് യേശുവേ നിന്ന് വിളിച്ചേ. എന്നെ കഴുകണമെന്ന് പറ, എന്നെ വിശുദ്ധീകരിക്കണമെന്ന് പറ, എന്നെ വെടിപ്പാക്കണമെന്ന് പറ. ഇന്ന് രാത്രി നിന്റെ വരവെങ്കിൽ ഞാൻ കൈവിടപ്പെടരുതപ്പാ. ഞാൻ ഓടിയതും അധ്വാനിച്ചതും വൃഥാവാകരുത്. അവിടുത്തെ വരവിനായി എന്നെ ഒരുക്കണമേ. എനിക്കെൻ്റെ പ്രാണപ്രിയനെ കാണണം, എനിക്കെൻ്റെ യേശുവിനെ കാണണം. അതിനായി എന്നെ സമർപ്പിക്കുന്നു പറയുന്നവർക്കായി സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുക. ഞാൻ ഇന്ന് രാത്രി നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. യേശുവേ എന്നെ കഴുകണമെന്ന് പറ. ഞങ്ങളുടെ കർത്താവേ, സ്വർഗ്ഗപിതാവേ, നിന്റെ ജനത്തെ അവിടുത്തെ കരത്തിലേൽപ്പിക്കുന്നു. ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, ഞങ്ങളെ വെടിപ്പാക്കണമേ, ഞങ്ങളെ നിർമ്മലീകരിക്കണമേ. നിന്റെ വരവിൽ ഞങ്ങൾ കൈവിടപ്പെടരുത് കർത്താവേ. നീ ഞങ്ങളെ അതിനെ ഒരുക്കണം. നിന്റെ കരം ഞങ്ങളെ തൊടുന്നോർത്ത സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ കൈകൾ